الحمد لله رب العالمين. اللهم صل على سيدنا محمد بن عبد الله إمام المتقين وقائد الغر المحجلين محبوب رب المشرقين والمغربين مولانا ومولى الثقلين جد الحسن والحسين وعلى آله وأصحابه وأعوانه وأتباعه وأهل بيته أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم كن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم اجعل القرآن نور قلوبنا وضياء صدورنا وربيع علومنا يا رب العالمين. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إلا قينا. نحن الأولى جاءوك مسلمين صلوا عليه وسلموا تسليما. ശങ്കരാചാര്യന്റെ ധർമ്മോപദേശവും ശ്രീഹരിശ്ചന്ദ്രന്റെ നിസ്വാർത്ഥശീലവും കൃഷ്ണനാം ഭഗവാന്റെ നിസ്തുല്യ കർമ്മവും ക്രിസ്തുവിൻ ത്യാഗ പരിത്യാഗശീലവും ശ്രീ ഗുരുനാനാക്കിൻ ചിന്താസൗരഭ്യവും ശ്രീരന്തിദേവന്റെ യുക്തി പ്രഭാവവും മൂസത്തൻ ശക്തി പ്രബോധനായുക്തിയും നോഹത്തൻ സ്ഥായിയാം ചിന്താ സൗരഭ്യവും എല്ലാം ഒരുമിച്ച പുരുഷ പൗർണമി അല്ലയോ അല്ലമീൻ ആമിന കൺമണി. സലാമുസ് പർ കജിസ്നെ ബേഖസോ കി ദസ്തഗീരി കി. സലാമുസ് പർ കജിസ്നെ ബാദശാഹി മേ ഫഖീരി കി. मोहम्मद जिसको दुनिया साहिबुल वअदो अमीन कह दे. मोहम्मद जिसको दुनिया साहिबुल वअदो अमीन कह दे. वो बंदे जिसको रहमान रहमतल लिल आलमीन कह दे. वो बंदे जिसको रहमान रहमतल लिल आलमीन कह दे. സർവസമാദരണീയരായ സത്യവിശ്വാസികളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, കാരണവന്മാരെ, ഉമ്മറാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മപ്പങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, എന്റെ വിഷയത്തിന്റെ പ്രൗഢമായ കഥാപാത്രങ്ങളെ പോലെ ഈ സദസ്സിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ യുവതി യുവാക്കന്മാരെ, വിനീതനായ എന്നെ ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ സഹോദര മതസ്ഥരെ, അല്ലാഹു സർവനാഥനായ തമ്പുരാന്റെ കടാക്ഷത്താൽ അവന്റെ കൈവല്യമൊന്നുകൊണ്ട് മാത്രം ഇവിടെ വരാൻ, വീണ്ടും ഇതേ വേദിയിൽ ഒരു പുനരർപ്പണത്തിന്റെ പുനഃസമാഗമം കുറിക്കാൻ, അവന്റെ പേരിൽ അവതാര കീർത്തനങ്ങൾ ഉച്ചരിക്കാൻ, അവന്റെ മാർഗത്തിൽ ആത്മീയതയുടെ ഉജ്ജ്വലമായിരിക്കുന്ന ജാജല്യമാനമായിരിക്കുന്ന പ്രമാണങ്ങൾക്ക് കുരിമാനം നീട്ടാൻ സർവാധിപതിയായ തമ്പുരാനെ നീ ഞങ്ങളെ കടാക്ഷിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, നീ ഉദാരനാണ്, നീ പ്രഭുവാണ്. നിന്റെ രാജാധിപത്യത്തിന്റെ കീഴിൽ പ്രജകളെപ്പോലെ ഞങ്ങൾ ഇവിടെ ജീവിക്കുകയാണ് തമ്പുരാനെ. എന്നാൽ നീ ഞങ്ങളെ സുതാര്യമായിരിക്കുന്ന ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യരെ അല്ലാഹു ഇവിടെ ഭൂമിയുടെ പ്രതിനിധികളായിട്ടാണ് മതത്തിന്റെ പ്രതിനിധാനം കുറിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. നിങ്ങളെല്ലാം ഇടയന്മാരാണ്. നിങ്ങൾ മേക്കുന്ന ആട്ടിൻ പറ്റങ്ങളെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. വല്ലിമാമു റായിൻ വമസ്ഊലുൻ അൻ റഅയ്യതി.
ഒരു ഇമാം, ഒരു ഭരണാധികാരി ഈ നാട്ടിലെ ആട്ടിടയനാണ്. തന്റെ ഇടയനായിരിക്കുന്ന ഭരണീയരെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. ഒരു പുരുഷനും ഗൃഹനാഥനായ മനുഷ്യനും ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. തന്റെ വീട്ടിലുള്ള ഭാര്യാസന്താനങ്ങൾ നീതിയുടെ പ്രമാണങ്ങൾ പുൽകും വരെ അവൻ എല്ലാ കാര്യങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. ഒരു വീട്ടിലുള്ള ഉമ്മയായ ഗൃഹനാഥയായിരിക്കുന്ന എന്റെ പെങ്ങളെ, നീയും ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. തന്റെ ഭർത്താവിന്റെ മുതലുകളെപ്പറ്റി ചോദിക്കപ്പെടുന്നവരാണ്. തന്റെ മക്കളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. ഒരു മാതാവാണ് ഒരു കുഞ്ഞിന്റെ ആദ്യ മതകലാലയം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വായ്പിനെന്ന അത്യുന്നതത്തിൽ നിന്ന് വാതുറന്നോതിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പിൻ പശുക്കേതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക. ക്ഷമിപ്പിൽ ക്ഷമാശീലനാണത്രയും ശക്തനോദിയ വേദപാരംഗത. അങ്ങയെ ചൂടുമരായിരമോർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുന്ന ഈ വേളയിൽ പന്തൂര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുന്ന ഈ മാത്രയിൽ കൈകോർത്തു നേവുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്ഥിരമാശംസയും. 10-23 വർഷങ്ങളൊക്കെ അവിടുത്തെ പരസ്യമായ പ്രബോധന ദൗത്യത്തിലൂടെ ലോകത്തിന്റെ മടിത്തട്ടിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുടക്കാൻ ലോകത്തിന്റെ പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിളംബരം ചെയ്തിട്ട് കടന്നു വരികയാണ്. നഖലീനിക്ക് തസവ്വുർ നഖയാനതൂരി സീന മെരി ആർസു മുഹമ്മദ് മെരി ദുസ്തുജു മദീന നഗാഹു മുസ്തഫ ഹോ മെരി अज़मतों ने पूछो तुझे देख कर जहन्नम को भी आ गया पसीना. मेरी जिंदगी को चाहो मुझे ले चलो मदीना. मुझे मौत भी जो आए तो हज़ामिने मदीना. എന്റെ മനസ്സിൽ ഒരു വികാരം തരളിതമായി മുട്ടിട്ട് പൂവിട്ട് കടന്നു വരികയാണ്. ആ വികാരം മദീനയുടെ മരിപ്പറമ്പാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പ്രകാശഗോപുരം പോലെ എന്നെ ഞാനാക്കിയ എന്റെ ജീവിതത്തിന്റെ വസന്തത്തിലെ മട്ടുപ്പാവിലെ സംഗീതം മുഴക്കുന്ന പൂങ്കുയിലെ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മേരി ആർസു മുഹമ്മദ്, എന്റെ കൂട്ടുകാരൻ പരിശുദ്ധ മുഹമ്മദാണ്. മേരി ദുസ്തുജു മദീന, എന്റെ അന്വേഷണം മദീനയാണ്. ആ മദീനയുടെ മണ്ണിലേക്കുള്ള പ്രയാണത്തിലൂടെയാണ് ഉജ്ജ്വലമായി ഇത്തരം സന്ദേശങ്ങളെ നമ്മൾ മുടക്കുന്നത്. പുതിയ ലോകം കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കാലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. പക്ഷേ മതത്തിന്റെ പ്രമാണങ്ങളെ കുഴിമാടത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ഓരോ ഇസങ്ങളും ജനിച്ച മണ്ണിൽ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന നവലോക പ്രക്രിയക്ക് മുമ്പിൽ ഒരു മതത്തിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇസ്ലാം. പക്ഷേ ഏറ്റവും വേദനാജനകമായിരിക്കുന്ന ഒരു ദുഃഖസത്യം എന്ന് പറയുന്നത്, ഇസ്ലാം ഇസ് ദി ബെസ്റ്റ് റിലീജിയൻ ബട്ട് വേർ ആർ ദി മുസ്ലിംസ്. ഈ മതം എത്ര സുന്ദരമായിരിക്കുന്ന പ്രസ്ഥാനം, ഈ മതത്തിന്റെ ശാതുല തീരത്തേക്ക് കടന്നു വരാൻ എത്ര ആളുകളാണ് അഹമഹമികയാ മുന്നോട്ട് വരുന്നത്. പക്ഷേ അവർക്കൊരു വെൽക്കം പാർട്ടി കൊടുക്കാൻ, അവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രതിച്ഛായ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ there is no anybody. അല്ലേ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, where are the Muslims? മുസ്ലിം എവിടെ? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ തത്വശാസ്ത്രങ്ങൾ, നീതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രമാണങ്ങളെ ഉദ്ധരിക്കുകയും പരാവർത്തനം നടത്തുകയും മനനം ചെയ്യുകയും ചെയ്തതിന്റെ ശേഷമാണ് ആഫ്രിക്കയിലേക്ക് സ്കോളർഷിപ്പിന് വേണ്ടി കടന്നുപോയ രാജ്യത്തിന്റെ ഗുജറാത്തിലെ പോർബന്തറിലെ കത്യാവാറിൽ ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അദ്ദേഹം ഇസ്ലാമിക് ഖുലഫ എന്ന് പറയുന്ന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു ഗ്രന്ഥം തന്റെ കണ്ണിൽപ്പെടുകയും അതിന് അപഗ്രഥനം നടത്തുകയും അതിലൂടെ ഇസ്ലാമിക ഖലീഫയായിരിക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ പ്രകാശമാനമായ പ്രമാണങ്ങളെ അടുത്തറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്ത് ഞാൻ ഉമറിന്റെ ഭരണം കൊതിക്കുന്നു. അതിന്റെ പേരിലാണ് നാദൂറാം ഗോദസേമാരുടെ വെടിയുണ്ടകൾ നെഞ്ചിടത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട്
രാഷ്ട്രപിതാവിന് ചക്രശ്വാസം വലിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും രാഷ്ട്രപിതാവിനെ ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഇവിടെ സംസ്ഥാപനം കുറിക്കണം എന്ന് പറയാൻ ചോദിപ്പിച്ച ചേതോവികാരം ഘടകം മറ്റൊന്നുമല്ല, പിന്നെ അതൊരു ജീവിതമായിരുന്നു. ലൈഫ് ദാറ്റ് വാസ് ദി മെസ്സേജ്. ജീവിതം സന്ദേശമാവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയായിരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. മാലിക് ദീനാറും കൂട്ടരും കേരളക്കരയിലേക്ക് വന്ന സമയത്ത് ഇവിടെ നല്ലൊരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടായി. പക്ഷേ അവരെ ആരും തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ ഫനാറ്റിസ്റ്റുകളെന്നോ മതഭ്രാന്തന്മാരെന്നോ മുദ്രകുത്തിയില്ല. അവരെ പഠിക്കാനാണ് നമ്മുടെ സഹോദര മതസ്ഥനായ ഹൈന്ദവൻ പോലും കടന്നു വന്നത്. അവരെ സ്വീകരിക്കാൻ ഇളനീര് വെട്ടിയിട്ട് മാലിക് ബിൻ ദീനാറിനെയും കൂട്ടരെയും അങ്കുലി പരിമിതരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുമ്പോ ഇവിടുത്തെ ഇളനീരിന്റെ മധുരം കൊണ്ടവരെ സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷക്കാരനായിരിക്കുന്ന സെക്യുലർ ഹിന്ദുവാ. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ മതേതരത്വത്തിന്റെ പാരമ്പര്യമുള്ള മണ്ണിൽ മുസ്ലിമിലൂടെ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു അവർക്ക്. പക്ഷെ ഇവിടെയാണ് മുസ്ലിമിന്റെ ജീവിതം ആദർശവൽക്കരിക്കപ്പെടുന്നത്. ഇവിടെയാണ് മുസ്ലിമിന്റെ ജീവിതം മതത്തിന്റെ പ്രമാണങ്ങളുടെ പേർരേഖയാകുന്നത്. കുല്ലു സലാമാ മിനന്നാസി അലൈഹി സദഖ കുല്ലു യൗമിൻ തത്ലാഉ ഫീഹി الشمس ويعدل بين الاثنين صدقه ويعين الرجل في دابته ويحمله عليها أو يرفع له عليها متاعه صدقه والكلمة الطيبة صدقة وبكل خطوة يمشي بها إلى الصلاة أو إلى المسجد أو إلى الجماعة صدقة وأن تلقى أخاك بوجه طليق صدقة. ഇത്ര കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ സന്ധികൾ പോലും ദാനമാണ്. പ്രഭാത സമയത്ത് നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് തെറ്റിപ്പിരിഞ്ഞ രണ്ട് സഹോദരങ്ങളെ കാണുകയാണ്. അവരെ നേർരേഖയിലേക്ക്, സ്വരച്ചേർച്ചയിലേക്ക്, ഐക്യദാർഢ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആ നാട്ടിലുള്ള ഏതൊരു മൂന്നാമനാണ് കടന്നു വരുന്നത്, അവൻ ആ നാടിന്റെ മുമ്പിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ദാനമാണ്. മധ്യസ്ഥ ശ്രമം നടത്തുക എന്ന് പറയുന്ന ദാനത്തിലേക്ക് കടന്നു വന്നവന്റെ പ്രക്രിയയെ മഹത്വവൽക്കരിക്കാൻ കടന്നു വന്ന സിദ്ധാന്തം പോലെ പരിശുദ്ധ ഇസ്ലാമിക്ക് ഫിത്റത്തനെ कुदरत न लचकती है मुझबिराह क्यों भरेगा इतना कदबाहोगे. ഈ പരിശുദ്ധ മതത്തിന്റെ കൂടപ്പിറവിൽ അത്ഭുതം എന്തോരത്ഭുതം കുടിയിരിക്കുകയാണ്. ആ മതത്തിന്റെ ശാതുരതീരത്തേക്ക് ആളുകൾ കടന്നു വരുന്നത് ഇസ്ലാമിന്റെ മൂല്യം കണ്ടിട്ടാണ്. ഇസ്ലാം ഒരു റബ്ബർ ബോൾ പോലെയാണ്. എവിടെയാണോ അതടിച്ചമർത്തപ്പെടുന്നത് അവിടെയാണ് അതിനേക്കാൾ വലിയ അതിദ്രുതമായ അതിശീഘ്രമായ മുന്നേറ്റം കുറിക്കാൻ ഈ മതത്തിന് സാധ്യമാണ് എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കാൻ നമ്മുടെ സഹോദര മതസ്ഥൻ പോലും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഇസ്ലാമിന്റെ ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യമാക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കടം. ഇത് പരിശുദ്ധമായ റജബാൻ. റമദാന് കടന്നു വരാനിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതിന്റെ റമദാനിന്റെ മുന്നൊരുക്കം റമദാനിന്റെ തലേ ദിവസത്തിലുള്ള മുന്നൊരുക്കമല്ല. റമദാനിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങുമ്പോഴാണ് പരിശുദ്ധ റമദാനിന്റെ ഒരുക്കം പൂർണ്ണമാകുന്നതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ വാസരമായ റമദാൻ കടന്നു വരുന്നതിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് മദീനയുടെ പള്ളിയുടെ മിഹ്റാബിൽ പോയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പരിശുദ്ധനായ തമ്പുരാനെ, ഞങ്ങളെ ദരകൊള്ളുന്ന റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ. വബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഞങ്ങൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമളാൻ, ആ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ പറയാതെ പോയൊരു വ്യംഗ്യാർത്ഥമുണ്ട്. റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ റമദാൻ തീർച്ചയായിട്ടും കടന്നു വരും, തീർച്ചയാണ്. പക്ഷേ റമദാനിലേക്ക് നമ്മളെത്തുമോ എന്ന കാര്യം തീർച്ചപ്പെടുത്താൻ നമ്മുടെ ആയുസ്സിന്റെ പുസ്തകം അല്ലാഹു നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അല്ലാഹുവേ, നീ റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ. എന്താണ് റമദാൻ നമ്മിലേക്ക് എത്തുക എന്ന ഭാഷയുടെ പ്രാർത്ഥനയുടെ സാരം? നമ്മുടെ റമദാനിലേക്ക് ദീർഘായുസോടുകൂടെ എത്തലാണ്. ആ റമദാനിലേക്ക് എത്തിയാൽ പോരാ, അല്ലാഹുവേ, ആ റമദാനിന്റെ ഇരവുകളെ പകലുകളെ പ്രധാനുഷ്ഠാനം കൊണ്ട് ധന്യമാക്കാം. വൽ ഖിയാം, ആ റമദാനിന്റെ രാവുകളെ നിന്ന് നിസ്കരിക്കലെ കൊണ്ട് ധന്യമാക്കാൻ. വതിലാവത്തിൽ ഖുർആൻ, റമദാനിന്റെ
രാപ്പകലുകളെ പരിശുദ്ധ വേദഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ പാരായണത്തിലൂടെ ധന്യമാക്കാൻ സൗഭാഗ്യ സന്നിപാതം കനിഞ്ഞരണമേ തമ്പുരാനെ. കഴിഞ്ഞ റമദാൻ ശരീഫിന് നമ്മളോടുകൂടെ നോമ്പനുഷ്ഠിക്കാനുണ്ടായിരുന്ന എത്ര ആളുകൾ കഴിഞ്ഞ റമദാൻ ശരീഫിന് നമ്മളോടൊപ്പം മസ്ജിദിലേക്ക് കടന്നു വന്ന് ജമാഅത്തോടുകൂടെ തറാവീഹിൽ പങ്കുകൊള്ളാൻ, ആനന്ദത്തോടുകൂടെ ഇഫ്താറുകളിൽ പങ്കെടുക്കാൻ, ആനന്ദത്തോടുകൂടെ ദാനധർമാദി കർമ്മങ്ങളിൽ പങ്കാളികളാവാൻ, ആനന്ദത്തോടുകൂടെ റമദാനിന്റെ സുഹൃതങ്ങളിൽ പങ്കുചേരാൻ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ എത്ര ആളുകളാണ് ആഭാരവൃദ്ധം ജനങ്ങളാണ് ഈ പരിശുദ്ധ റജബിന്റെ കാലടിപ്പാടുകൾ നമ്മൾ കേട്ടപ്പോഴേക്ക് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അവിടെയാണ് റമദാനിനോടുള്ള പ്രാർത്ഥന. അല്ലാഹുവേ, റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ, അതായത് ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ മാറ്റുകൂടാൻ ഈ സന്ദർഭത്തെ നമ്മൾ വിനിമയം ചെയ്യൽ കാലത്തിന്റെ അനിവാര്യതയായിരിക്കുന്നു മുസൽമാൻ. അതുകൊണ്ട് റമദാനിന്റെ തലേന്നുള്ള ഒരുക്കം ഒരിക്കലും ഭൂഷണമല്ല. അത്ലറ്റിക്സിൽ ലോങ് ജമ്പ് മത്സരം ഉണ്ടാകുന്ന സമയത്ത് നിന്ന സ്പോട്ടിൽ ആരും ചാടിക്കാണ്ട് മെഡലെടുത്ത സംഭവം നമ്മുടെ രാജ്യത്തല്ല, ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ചാടാൻ എത്ര സ്പേസ് ഉണ്ടോ, ചാടി തീർക്കാൻ എത്ര സ്പേസ് ഉണ്ടോ, ആ സ്പേസിന്റെ ഇരട്ടിയുടെ ഇരട്ടി പിന്നിലേക്ക് കടന്നു പോയിട്ട് ഒരുക്കം അവിടുന്ന് തുടങ്ങും. ആ ഒരുക്കത്തിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ചാടലിന്റെ ലെങ്ത്തും കൂടുതൽ, മെഡൽ നേടുന്നതിന്റെ പവർ, പിന്നെ അതിന്റെ പെർഫോമൻസും കൂടുതൽ എന്ന് പറഞ്ഞ മാതിരിയാണ് റമദാൻ എന്ന് പറയുന്ന പരിശുദ്ധ മാസം. ഒരു മാസമാണെങ്കിൽ അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം, ആ ലോങ് ജമ്പിലേക്കുള്ള മുന്നൊരുക്കം അതിന്റെ ഇരട്ടിക്കിടക്കട്ടെ. അതുകൊണ്ട് തന്നെ റജബും ഷഅബാനും അതിനോടനുബന്ധം കുറിച്ചുകൊണ്ട് പുണ്യ റസൂല് പറഞ്ഞു, റജബുൻ ശഹറുല്ലാഹ് വശഅബാനു ശഹരി വറമദാനു ശഹ്റു ഉമ്മത്തി. റജബ് എന്റെ അള്ളാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. റജബ് അള്ളാഹുവിലേക്ക് കൊടുത്തു, ശഅബാൻ പുണ്യ റസൂൽ ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിലൂടെ റജബ് കടന്നു വന്ന് ശഅബാൻ എന്നിലൂടെ കടന്നു വന്ന് വറമദാനു ശഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ പരിശുദ്ധ സമുദായത്തിന്റെ മാസമാണെന്ന് പരിശുദ്ധ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്രാ മിഅ്റാജ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ആ ഭാഗമായിട്ട് നമ്മളൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ അതിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ പരിശുദ്ധമായ ഒരു ആരാധനാ കർമ്മത്തിന്റെ സാക്ഷാത്കാരം കുറിക്കുകയാണ്. റജബ് പറയുന്ന മാസം നമ്മൾ അങ്ങനെ തള്ളാനുള്ള മാസമല്ല. ഈ മാസം കടന്നു വരുമ്പോഴാണ് നിസ്കാരം എന്ന് പറയുന്ന ആരാധനാ കർമ്മത്തിന്റെ വാർഷിക പരിപാടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സ്വലാത്തു ഇമാദുദ്ദീൻ വശിആറുൽ മുഅ്മിനീൻ. നിസ്കാരം ദീനിന്റെ തൂണാണ്, ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. മുഅ്മിനായ മനുഷ്യനെയും സത്യവിശ്വാസിയായ മനുഷ്യനെയും സത്യനിഷേധിയായ മനുഷ്യനെയും വേർതിരിക്കുന്ന ഘടകം അതാരാധനയായിരുന്ന നിസ്കാരമാണ് എന്ന് ലോകത്തിന്റെ പരിശുദ്ധ നായകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആരാധനയോടുള്ള സമീപനത്തിൽ എന്തോ ഒരു വീഴ്ച നവലോക ക്രമത്തിൽ വന്നുപെട്ടിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല എന്റെ മുസൽമാൻ. നിസ്കാരം എന്ന് പറയുന്ന സാധനം ആരാധനകളുടെ കൂട്ടത്തിൽ മനുഷ്യൻ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ആരാധനയാണ് എന്ന തർക്ക വിഷയമേ ഇവിടെയില്ല. അത് അവിതർക്കിതമായ രണ്ടഭിപ്രായങ്ങൾക്ക് വകയില്ലാത്ത അസന്നിഗ്ധമായി നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. അത് ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ വിചക്ഷണന്മാരും വിശകലന്മാരുമായിരിക്കുന്ന ആളുകൾ നിസ്കാരം എന്ന് പറയുന്ന ആരാധനയോട് ഇത്ര സീരിയസ് ആയിട്ട് സമീപനം സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ആരാധനയോട് നമ്മൾ പുലർത്തിപ്പോരുന്ന ഒരു അപ്രോച്ച്മെന്റ് അത് വളരെ ലാഘവത്തോടു കൂടെയാണ്, വളരെ നോർമൽ കണ്ടീഷനോടുകൂടെ ഉള്ള ഒരു സമീപനമാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ. എസ്പെഷ്യലി നമ്മുടെ ഈ മോഡേൺ ഇറ, ഈ ഏജില്, യുഗത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് മാറ്റം വരണം. ഇത് റജബിന്റെ പടിവാതിലിൽക്കൽ അല്ലെങ്കിൽ മധ്യാഹ്നത്തിൽ വെച്ച് നമ്മൾ പുരസ്കരിക്കുമ്പോൾ, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ പ്രാധാന്യം കൂടുന്നുണ്ട്. കാരണം ഇത് നിസ്കാരത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ്. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് നിന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനാണ്. അതേസമയം പ്രായം ചെന്ന ഒരാളോട് നോമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ മുദ്ദ കൊടുക്കാനാണ് ഇസ്ലാം പറയുന്നത്. നമ്മൾ ആലോചിക്കണം, അവിടെയും ഇവിടെയും തമ്മിലുള്ള ഒരു മാറ്റം നമ്മൾ ചിന്തിക്കണം, അല്ലെ? നിസ്കരിക്കാൻ കഴിയാത്ത ആളോട് പകരം ആളെ ഏൽപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഹജ്ജ് ചെയ്യാൻ കഴിയാതെ
എന്ന് പറഞ്ഞാൽ അന്ന് സാമ്പത്തികമായോ ശാരീരികമായോ മറ്റേതെങ്കിലും രീതിയിൽ അനുകൂലാവസ്ഥ ഇല്ലാത്തതിന്റെ പേരിൽ മരിച്ചുപോയ പിതാവിന്റെ പേരിൽ പിന്നീട് അനുകൂലാവസ്ഥ കിട്ടുന്ന മക്കൾ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്തതിന്റെ ശേഷം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ പേരിൽ ഹജ്ജ് നിർവഹിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു. എന്നാൽ മരിച്ചുപോയവന്റെ പേരിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരു പ്രക്രിയ നമുക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എല്ലായിടത്തും ഈ ഒരു ആരാധനാകർമ്മം വേറിട്ട് നിൽക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിൽക്കാൻ കഴിയാത്തവനോട് ഇരിക്കാൻ പറയുന്നു, ഇരിക്കാൻ കഴിയാത്തവനോട് കിടക്കാൻ പറയുന്നു. കിടത്തത്തിൽ തന്നെ അള്ളാഹു വീണ്ടും ഒന്ന് അയവ് കൊടുത്തിട്ട് മലർന്ന് കിടക്കാം, ചെരിഞ്ഞു കിടക്കാം എന്ന് പറയുന്നു. എന്നിട്ടും നിനക്ക് നിസ്കരിക്കാൻ സാധ്യമല്ലേ? നിന്റെ കണ്ണ് കൊണ്ട് നിസ്കരിക്കണം. നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്, കണ്ണ് കൊണ്ട് നിസ്കരിക്കുക. അതിന്റെ ഒരു കോല നമ്മളൊക്കെ ഒന്ന് സപ്പോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറയാണ് കണ്ണ് കൊണ്ട് നിസ്കരിക്കാൻ കഴിയൂലേ, എന്നാൽ കൽബ് കൊണ്ട് നിസ്കരിക്കണം. ആ ഒരു കണ്ടീഷനൊക്കെ എന്താ എന്റെ കൂട്ടരെ നമ്മൾ ആലോചിക്കണ്ടേ? കണ്ണുകൊണ്ട് മനുഷ്യന് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരുവത്തിൽ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അവൻ കിടക്കുന്ന രോഗത്തിന്റെ അവസ്ഥയുടെ മൂർധന്യത എത്ര പാരമ്യതയിലേക്ക് പരകോടിയിലേക്ക് കടന്നുപോയിട്ടുണ്ടാകും. എന്നിട്ടും പറഞ്ഞു നീ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. നിന്റെ കൽബ് കൊണ്ട് നിസ്കരിക്കണം. കൽബ് കൊണ്ടുള്ള നമസ്കാരം അവിടെ എത്രമാത്രം ഫലപ്രദമാണ്. കണ്ണുപോലും ചലിപ്പിക്കാൻ കഴിയാത്ത രോഗിയോട് അല്ലാഹു സർവനാഥനായ തമ്പുരാൻ നിന്റെ രോഗാവസ്ഥയെ കണ്ടറിഞ്ഞിട്ട് നീ അതിൽ നിന്ന് ഒഴിവാണ് എന്നല്ല പഠിപ്പിക്കുന്നത്. നിന്റെ ഹൃദയം കൊണ്ട് നമസ്കാരം നടത്തണം. അവിടെ ചിലപ്പോൾ വുദൂഇന്റെ ആവശ്യം വന്നേക്കില്ല. എന്നാലും ശരി, ആ സമയത്തെ ആരാധനയെ പാലിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് നമസ്കരിക്കാൻ മരണം വരെ നിസ്കാരത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിവല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഈ മസലകൾ നമുക്ക് നൽകുന്നത്. എന്നാൽ മറ്റ് ആരാധനകളൊക്കെ അതിൽ നിന്ന് ഒരുപാട് കൺസെഷനിലൂടെ ആനുകൂല്യം പറ്റി മനുഷ്യന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന കണ്ടീഷനിലാണ്. നിസ്കാരം അവിടെ ഒന്നും മാറി നിൽക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് യാത്രക്കാരന് 132 സംതിങ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ ലുഹറിനെ പിടിച്ചിട്ട് 4 പിടിച്ചിട്ട് 2 ഖസർ എന്ന് പറഞ്ഞു. ലുഹറിനെ അസറിലേക്കോ, അസറിനെ പിടിച്ചിട്ട് ലുഹറിലേക്കോ സമയ സൗകര്യത്തിന് വേണ്ടി ആക്കുമ്പോൾ ജമ്മ എന്ന് പറഞ്ഞു. ജമ്മും ഖസറും എന്ന് പറഞ്ഞാണ്ട് നിസ്കാരത്തിൽ വേറൊരു റുഖ്സ ആനുകൂല്യം കൺസെഷൻ കൊടുത്തു. അവിടെയും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കണ്ടീഷൻ ഇസ്ലാം കൊടുത്തില്ല. നമ്മളൊരു വഴിയിലൂടെ നടന്നുപോയി അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി വിവസ്ത്രനാണ്, നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിന്റെ അംശം പോലുമില്ല, എന്നാൽ നിനക്ക് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ലഭിച്ചിട്ടില്ലേ? നിസ്കരിക്കണ്ട എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിന്റെ സൗഅത്താനി മറക്കണം, മുൻദ്വാരവും പിൻദ്വാരവും മറക്കണം. അതിന് ഏതെങ്കിലും മരത്തിന്റെ ഇല ഉപയോഗിച്ചിട്ടെങ്കിലും മറച്ചിട്ട് അവിടെ വെച്ചിട്ട് ആ കണ്ടീഷനിൽ നിസ്കരിക്കണം. ആ നിസ്കാരത്തിന്റെ ഒരു കോലെന്താ? അതും മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എന്നാൽ കലക്കുവെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് നിസ്കരിക്കണം. അപ്പോഴും നിസ്കരിക്കണ്ടെന്ന് മതം പറഞ്ഞില്ല. കലക്ക് വെള്ളത്തിൽ ഇറങ്ങി നിസ്കരിക്കുമ്പോ എന്ത് റുക്കൂ, എന്ത് സുജൂദ് വേണ്ട. ആ കണ്ടീഷനിൽ നിനക്ക് സാധ്യമാകുന്ന നമസ്കാരം മതി, പക്ഷേ നിസ്കരിക്കണ്ട എന്ന് മതം പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വലാത്തുൽ ഖൗഫ് പോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യുദ്ധവേളയിലേക്ക് കടന്നു പോകുമ്പോഴും ശത്രു സൈന്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കൊടും ഭീകരതയോടുകൂടെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും അടർക്കളത്തിൽ വെച്ച് പോലും യുദ്ധം നയിക്കുന്ന യോദ്ധാക്കളോട് നിങ്ങൾ നിസ്കാരത്തിൽ നിന്നൊഴിവാണ് എന്ന് മതം പഠിപ്പിച്ചിട്ടില്ല. അവിടന്റെ ഫിഖഹിന്റെ കിതാബിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അധ്യായങ്ങളിൽ നമ്മെ മതം പഠിപ്പിക്കുന്നത് സ്വലാത്തുൽ ഖൗഫ്, ശത്രുവിനെ ഭയപ്പെട്ട് ശത്രുവിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവനും നിസ്കാരത്തിൽ നിന്നൊരുവല്ല, അവനും ഒരു പ്രത്യേക തരം നമസ്കാരമുണ്ട്. ആ രീതിയിലുള്ള നിസ്കാരത്തിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അവരും നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ സിദ്ധാന്തത്തിന്റെ മുറ്റത്ത് എത്ര ലാഘവത്തോടുകൂടെയാണ് ഓരോ വക്ത നമസ്കാരങ്ങളും മനഃപൂർവമായും അല്ലാതെയും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുസൽമാൻ. അതുകൊണ്ട് റജബിന്റെ ഈ മധ്യാഹ്നത്തിൽ വെച്ചിട്ട്, റജബിന്റെ ഈ പകിട്ടാർന്നിരിക്കുന്ന മുഹൂർത്തത്തിൽ വെച്ചിട്ട് ആ നമസ്കാരത്തെ ആരാധനാകർമ്മത്തെ പറയാതെ പോകുന്നത് ഈ സദസ്സിനോടുള്ള അനീതിയാണെന്ന് ഭയപ്പെടുകയാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്റെ പ്രിയം. ഒരു കപ്പലിലൂടെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിശകലനം അനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാരം ഏകദേശം ഹൗസ്ഫുള്ളാ. ക്യാപ്റ്റൻ പറഞ്ഞു, ഒരു 60-70 കിലോ ഉള്ള സാധനം ഈ കപ്പലിൽ നിന്ന് പുറത്തു പോയാലേ കപ്പലിലുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടൂ. അല്ലാതെ ഈ കണ്ടീഷനിൽ നമ്മളെ കപ്പൽ മുന്നോട്ട് പോയാൽ എല്ലാവരും മുങ്ങി മരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടാണ് എങ്കിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രതിനിധികളാണ് അവിടെ ഉള്ളതെങ്കിൽ
അവർ ചെയ്യേണ്ടത് ഒരു വക്ത് നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയവനെ പിടിച്ചിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് 60-70 കിലോ ഭാരം കപ്പലിൽ നിന്ന് കുറച്ചാൽ ചിലപ്പോൾ അവർ കുറ്റക്കാരായേക്കാം എന്നില്ല. എന്നാൽ യാത്രക്കാരന്റെ യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളർത്തുപട്ടി ആ കപ്പലിലുണ്ടെങ്കിൽ ആ പട്ടിയെ വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ കുറ്റക്കാരനായേക്കാം. കാരണം അള്ളാഹു റൂഹ് കൊടുത്തൊരു സാധനമാണ് വളർത്തുപട്ടി. ഇവനും അള്ളാഹു റൂഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഇവന്റെ റൂഹിന്റെ ഹുർമത്ത് അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. അവന്റെ ആത്മാവിന്റെ പരിശുദ്ധിയും മാന്യതയും അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. അവന്റെ വലിച്ചെറിഞ്ഞിട്ട് ബാലൻസ് ലഘൂകരിച്ചു കഴിഞ്ഞാൽ ആ വലിച്ചെറിഞ്ഞവർ കുറ്റക്കാരല്ല എന്ന് പോലും ഗൗരവതരമായി മതം പറയുമ്പോൾ ഇത് തീവ്രവാദമല്ല പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ആൾക്കാർ, നമ്മളൊക്കെ പരലോകത്ത് പോയിട്ട് അള്ളാഹുമായിട്ടുള്ള ഉടമ്പടിയിൽ വെച്ചിട്ട് അള്ളാഹുവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മുടെ നീതിയുടെയും അനീതിയുടെയും ധർമാധർമ്മങ്ങളുടെ തുലനം നടത്തുന്ന തുലാസിന്റെ മുമ്പിൽ വെച്ചിട്ട് അനുകൂലമായിട്ട് എന്റെ തുലാസ് തൂങ്ങണം എന്ന് വിശ്വസിക്കുകയും എന്ന് പ്രതീക്ഷിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം. പക്ഷേ ഇത്ര ഉദാരമായ സമീപനം നമ്മൾ എല്ലാ വിഷയത്തിലും സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്രയും ലാഘവത്തോടുകൂടെയുള്ള സമീപനം നമ്മുടെ ഉമ്മത്ത് സ്വീകരിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് ഈ മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ മുമ്പിൽ നാളെ മഹ്ശറിൽ വന്നിട്ട് എല്ലാ ജീവികളും അള്ളാഹുവിനോട് ശുക്ർ നടത്തുകയാണ്. കഴുത വന്നിട്ട് പറയും, കഴുത അള്ളാഹുവേ നീ എന്നെ നായയാക്കിയില്ലല്ലോ. നായ പറയും, എന്നെ നീ പന്നിയാക്കിയില്ലല്ലോ. പന്നി പറയും, നിസ്കാരം ഉപേക്ഷിച്ചവന്റെ കുറ്റം കണ്ടിട്ട് അള്ളാഹുവേ നീ എന്നെ ഒരു താരിഖു സ്വലാത്തായി മാറ്റിയില്ലയോ. ഇല്ലല്ലോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നികൃഷ്ടയായ ജീവിയായ പന്നിയാണിത് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം ഗൗരവതരമായ വിഷയങ്ങൾ നമ്മുടെ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ബാലപാഠം പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചുമിടുക്കനായ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നത് 7 വയസ്സാകുമ്പോൾ അവനെ നിസ്കാരം കൊണ്ട് പഠിപ്പിക്കുകയും 10 വയസ്സാകുമ്പോൾ ആ കർമ്മത്തിൽ ആലസ്യം മലംഭാവം പ്രകടിപ്പിക്കുന്ന പക്ഷം അവനെ അടിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് മതം പഠിപ്പിക്കുന്നതിന്റെ മനഃശാസ്ത്രം ഇതാണ്. ചെറുപ്പത്തിൽ തന്നെ ആ ഡോസ് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിസ്കാരത്തോടുള്ള കുട്ടിയുടെ സമീപനം വളരെ അയഞ്ഞ സമീപനമായിരിക്കുമെന്ന് നമ്മുടെ മതം തന്നെ മനഃശാസ്ത്രപരമായി കണ്ടതിന്റെ പേരിലാണ് കുട്ടിയെ അടിക്കാനും കുട്ടിയെ ഈ വിഷയത്തിൽ ഗുണദോഷിക്കാനും ഇസ്ലാം എത്രയോ കാലം മുമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയം എന്റെ വിഷയത്തിന്റെ ആമുഖമായിട്ട് തന്നെ അതിന്റെ ഗൗരവതരമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ കുടുംബിനികൾ പ്രത്യേകിച്ച് ഉൾക്കൊള്ളാനും നമ്മുടെ കുട്ടികളിലേക്ക് ഈ സന്ദേശത്തെ പകർന്നു കൊടുക്കാനും വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്, സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മുസ്ലിം സമുദായം എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്യപ്പെടാൻ ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ വിഷയത്തിലും, എസ്പെഷ്യലി മലപ്പുറത്തൊക്കെ നമ്മുടെ സമുദായം രൂക്ഷമായ രീതിയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് മലപ്പുറത്തെ മുസ്ലിം ഇങ്ങനെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള അധാർമികതകളാണോ ഇവിടെ തലവെക്കുന്നത്? ആധാർമികതയ്ക്ക് മുഴുവൻ കുടപിടിക്കാൻ, അതിന് ഓശാന പാടാൻ, അതിന്റെ ചെരുപ്പ് നക്കികളാവാൻ ഒരു സമുദായം കടന്നു വരുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പഴയകാലത്ത് MP അപ്പം പാടിപ്പോയി, മുസ്ലിം ജീവിത മോഹനഗാനം ഭൂതചരിത്ര വിഭഞ്ചീലീനം ആ മണിവല്ലകി മീട്ടുകിലങ്ങും മുസ്ലിം ജീവിതം മധുരിമതിങ്ങും. മുസ്ലിമിന്റെ ജീവിതത്തിന്റെ സന്ദേശം ആ സംഗീതം ഉറങ്ങിക്കിടക്കുന്ന മണിവല്ലകി ആ വീണയെങ്ങാനും നമ്മൾ ഉണർത്തുപാട്ട് പോലെ എടുത്ത് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ആ വീണയിൽ നിന്ന് ഒരുപാട് മുസ്ലിമിന്റെ ആഭിജാത്യത്തിന്റെ, തറവാടിത്തത്തിന്റെ, കുലമഹിമയുടെ, പാരമ്പര്യത്തിന്റെ കഥകൾ, പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് MP അപ്പൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ കവി മുസ്ലിങ്ങളെ, പൂർവ്വകാല മുസ്ലിമിനെ ഉദ്ധരിച്ചിട്ട് കവിത പാടുകയുണ്ടായി. നമ്മൾ ആലോചിക്കണം, നമുക്ക് മഹാപിള്ള എന്ന പേരാ കിട്ടിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗത്തിൽ ഡോക്ടർ KK കരീം എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് മാപ്പിള മുസ്ലിം ഒരു മാപ്പിള വിഭാഗമായി മാറിയത്. നമ്മൾ നടത്തുന്ന സ്കൂളിന്റെ പേര് മാപ്പിള സ്കൂൾ, നമ്മൾ ഇറക്കുന്ന പാട്ടിന്റെ പേര് മാപ്പിള പാട്ട്, നമ്മുടെ കലയുടെ പേര് മാപ്പിള കല, നമ്മുടെ സംസ്കാരത്തിന്റെ പേര് മാപ്പിള സംസ്കാരം, നമ്മുടെ വേഷത്തിന്റെ പേര് മാപ്പിള വേഷം. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? നമ്മൾ ന്യൂനപക്ഷക്കാരനായി നമ്മുടെ നാട്ടിലേക്ക്, അന്യനാട്ടിലേക്ക് കടന്നു വന്നപ്പോഴും ഇവന്റെ അറ്റ്മോസ്ഫിയറും ഇവന്റെ ആക്ടിവിറ്റീസും ഒക്കെ കണ്ടപ്പോ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഇവരെ പേര് വെച്ചു, അല്ലേ? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഈ രാജ്യത്ത് കണ്ടുപിട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് 6 അടയാളങ്ങളാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് പ്രകടിപ്പിക്കേണ്ടത്.
6 അടയാളം മാലിക് ബിൻ ദീനാറിന്റെ അനുചരന്മാർ കേരളത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ചൂടോടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് ഉന്നത വിശാരദന്മാർ പങ്കുവെക്കുകയാണ്. ഹഖുൽ മുസ്ലിമി അലൈഹി മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമായ സഹോദരന് തന്റെ മറ്റൊരു മുസ്ലിമായ സഹോദരനോട് 6 കടമകളാണ്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. അവനെ കണ്ടുമുട്ടിയാൽ അവനോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. കണ്ണൂരുകാരൻ തിരുവനന്തപുരത്തുകാരനെ കണ്ടുമുട്ടിയാലും ശരി, ആഫ്രിക്കക്കാരൻ അറേബ്യക്കാരനെ കണ്ടുമുട്ടിയാലും ശരി, കണ്ടവനും കണ്ടുമുട്ടപ്പെട്ടവനും പരസ്പരം മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ പരസ്പരം അഭിവാദനത്തിന്റെ പ്രക്രിയ പോലെ കൈമാറേണ്ട പ്രാർത്ഥനയുണ്ട്. അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ടാമതായിട്ട് പറഞ്ഞു വഇദാ ദഅക ഫഅജിബുഹു. നിന്റെ സഹോദരനായ മുസ്ലിം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പങ്കുകൊള്ളാൻ നിന്നെ ഹൃദയ വിശാലതയോടുകൂടെ ക്ഷണിക്കുകയാണെങ്കിൽ ആ ക്ഷണനത്തിന് ഉത്തരം കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. അവന്റെ ക്ഷണത്തോട് ഉത്തരം കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. അതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് പ്രവർത്തിക്കേണ്ട രണ്ടാമത്തെ ബാധ്യതയാണെന്ന് പരിശുദ്ധ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിന്നോട് വിശാലമായ ചർച്ചയ്ക്ക് വേണ്ടി അവൻ കടന്നു വരികയാണ്. സഹോദര, നീ എന്റെ കൂട്ടുകാരനാണ്, നീ എന്റെ ഒരു പുരുഷായുസ്സുമുള്ള സ്നേഹിതനാണ്. ആ സ്നേഹബന്ധം മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് നിന്റെ അഭിപ്രായം? നിന്റെ ഉപദേശം എനിക്ക് അനിവാര്യമാണ് എന്ന് നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ വന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യത്തിന് അവന് അനുകൂലമായ ഒരു ചർച്ച ചെയ്തു കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. അവനെങ്ങാനും തുമ്മിക്കഴിഞ്ഞു, അവൻ അൽഹംദുലില്ലാ എന്ന് പറയും. അവൻ അൽഹംദുലില്ലാ പറയുമ്പോ നീ യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ എന്നവനോട് തിരിച്ചു പറയലും നിന്റെ ബാധ്യതയാണ്. ഓരോ ബാധ്യത ഇസ്ലാം പഠിപ്പിക്കാം. 4 ബാധ്യത പഠിപ്പിച്ച മതം 5-ാമതായി ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് പുലർത്തേണ്ട ബാധ്യത പഠിപ്പിച്ചു. അവൻ രോഗിയായി കഴിഞ്ഞാൽ അവന്റെ രോഗസന്ദർശനം നടത്തലും നിന്റെ കടമയാണ്. നിന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ മരണവും സുനിശ്ചിതമാണ്. കാലം അകാലമായി തീർന്നു പോകുന്നതും കാലനാൽ സന്ധ്യയടുത്തു വരുന്നതും കാൽപ്പനിക ജന്മം ബങ്കുരാമാവതും കാണാൻ കഴിയുമോ ഈ ജന്മം ഇവിടമിൽ? മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. പൊട്ടിച്ചിരിച്ചു അനന്തരാമാചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും കാലാൾ പട വന്ന് തോളിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദര. അതുകൊണ്ട് തന്നെ നിന്റെ സഹോദരൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ മരണത്തിൽ വിശ്വസിക്കൽ നിന്റെ അനിവാര്യതയാണ്. പരിശുദ്ധ ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂല് വഫാത്തായി എന്ന വാർത്ത കേട്ട ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് അത് വിശ്വസിക്കാൻ വല്ലാത്ത പ്രയാസം നേരിടേണ്ടി വന്നു. എന്റെ പ്രവാചകൻ നിര്യാണം പ്രാപിച്ചു എന്ന് ആരാണ് ഇവിടെ പറയുന്നത്? ആര് പറഞ്ഞാലും ശരി, എന്റെ ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച ഈ വാളിനവൻ ഇരയാണ് എന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭാവിയുടെ ഖലീഫ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് പക്വമതിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. സിദ്ദീഖ് പറഞ്ഞുപോയി, മൻകാന യഅ്ബുദു മുഹമ്മദ, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, നിങ്ങൾ ആരാധിക്കുന്ന പരിശുദ്ധ മുഹമ്മദ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദിനെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഇസ്ലാമിന്റെ ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി മയ്യിത്തായി ആയിഷ ബീവിയുടെ കട്ടിലിൽ കിടക്കുമ്പോൾ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വകാര്യമായി പറയുമ്പോഴും ആയിഷ ബീവിയുടെ വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വിജ്ഞാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കാതെ ഇപ്പോഴും പ്രഭാഷണം നടത്തുകയാണ്. എന്റെ പ്രവാചകൻ വിട പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് ഈ വാളിന്റെ ഇരയാണ്, ഈ വാൾ കൊണ്ട് ഞാൻ അവനെ കൊലപ്പെടുത്തും. എന്റെ പരിശുദ്ധ ഹബീബ് ആയിഷയുടെ കട്ടിൽ ഉറക്കിലാണ്, നീണ്ട നിദ്രയിലാണ്. എന്റെ പരിശുദ്ധ പ്രവാചകൻ കലശലായ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്, മയങ്ങിപ്പോയതാണ്. ആ ഉറക്കിന് ആരെങ്കിലും അന്ത്യ ഉറക്ക് എന്ന് പറഞ്ഞാൽ, അവസാന നിദ്ര എന്ന് വിശേഷിപ്പിച്ചാൽ എന്റെ വാള് കൊണ്ട് ഞാൻ അവനെ ശരിപ്പെടുത്തും എന്ന് ഹസരത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ നേരത്താണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് തന്റെ സതീർത്ഥ്യനായ കൂട്ടുകാരായ ഇസ്ലാമിന്റെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പിടിക്കുകയാണ്. ഉമറിന്റെ കൈ പിടിച്ചിട്ട് സിദ്ദീഖ് അള്ളാഹുവിന്റെ റസൂൽ മയ്യിത്തായി വഫാത്തായി കിടക്കുന്ന ആയിഷാ ബീവിയുടെ കട്ടിലിന്റെ പാർശ്വഭാഗത്തേക്ക് കടന്നു വന്ന് പരിശുദ്ധ പ്രവാചകന്റെ പൂമേനിയിൽ പുതക്കപ്പെട്ട കഫംപുടയുടെ മേൽ പുതക്കപ്പെട്ട ആ കഫംപുടയ വസ്ത്രത്തെ ശരീരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രകടമാക്കുകയാണ്, പുറത്തേക്ക് വരികയാണ്. ഉടനെ റസൂലിന്റെ ഭൂമേനി കണ്ടപ്പോ സിദ്ദീഖിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അർവാനക്കോ ചറാഗ് ഹേ बुलबुल का फूल बस सिद्दीഖ് के लिए है खुदा के रसूल बस. ആ രണ്ട് മനുഷ്യരും അങ്ങനെയാണ്. ഈ ആമ്പാറ്റക്ക് വെളിച്ചം മതി. ഈ വെളിച്ചമുണ്ടാകുമ്പോഴാണ് ഈ ആമ്പാറ്റയുടെ പ്രസരണം കൂടി പോകുന്നത്. വെളിച്ചത്തോട് ഈ ആമ്പാറ്റക്ക് ഇത്ര വലിയ ആഭിമുഖ്യമാണോ? ഈ ആമ്പാറ്റയുടെ ജന്മം തന്നെ പ്രകാശത്തിന് വേണ്ടിയാണ്. ആ പ്രകാശമില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ജീവിതം വേണ്ട എന്ന് ഈ ആമ്പാറ്റ സ്വപ്നം പറയുകയാണ്. ബുൽബുൽ കപൂൽ ബസ്, രാപ്പാടിയായ ബുൽബുൽ പക്ഷിക്ക് തേന് മതി, തേന് നുകരാൻ പൂവ് വേണം, അതുകൊണ്ട് പൂവുണ്ടെങ്കിൽ അവിടെയുണ്ട് ബുൽബുൽ പക്ഷി എന്നുപോലെയാണ് സിദ്ദീഖ് കേലിയേ ഹേ ഖുദാ കേ റസൂലി ബസ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ മതി എന്ന് അല്ലാമാ ഇഖ്ബാൽ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുമുള്ള പരസ്പര ബന്ധത്തിന്റെ രൂഢമൂലമായ തത്വശാസ്ത്രത്തെ പർവ്വതീകരിച്ചുകൊണ്ട് കവിത പാടുകയാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിന് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരു പ്രഭാഷണം നടത്തി. പുണ്യ റസൂലിന്റെ കഫംപട മുഖത്ത് നിന്ന് മാറ്റിയതിന്റെ ശേഷം ഞെട്ടിട്ട് കിടക്കുന്ന പരിശുദ്ധ ഭൂമിയിലേക്ക് നോക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മി, എന്റെ മാതാവും പിതാവും അങ്ങേക്ക് ദണ്ഡമാണ്, ദാനമാണ് നബിയേ. തിബ്ത ഹയ്യാ വ തിബ്ത മൈതാ, അവിടുത്തെ ജീവിതം ഭംഗി, അവിടുത്തെ മരണവും ഭംഗി. ഇത് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി, യാ സിദ്ദീഖ്, എന്ത് വിവരദോഷമാണ് അങ്ങ് പറയുന്നത്? തിബ്ത ഹയ്യ എന്ന് പറഞ്ഞാൽ പോരെ? പരിശുദ്ധ റസൂലേ, അവിടുത്തെ ജീവിതം ഭംഗി, എന്തിനാണ് തിബ്ത മൈതാ, മരണം ഭംഗി എന്ന് പറയുന്നത് സിദ്ദീഖ്? അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം തുടർന്നു. وانقطع بموتك ما لم ينقطع لموت أحد من الأنبياء من النبوة وعظمت عن الشفاء وجللت عن البكاء وخصصت حتى صرت مصليا وأمنت حتى صرنا فيك سواء ولولا أن موتك كان اختيارا منك لجدنا لموتك بالنفوس ولأنفذنا عليك ماء الشؤون. കഴിഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഫബ്ലിഗ്ഹു അന്നസ്സലാം, അല്ലാഹുവേ, പുണ്യ റസൂലിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ സലാമിനെ നീ പരിശുദ്ധ റസൂലിന്റെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അപ്പോഴും ഉമർ കണ്ണുമിഴിക്കുകയാണ്. എന്തോ ഒരു വർത്തമാനമാണ് സിദ്ദീഖോരെ അങ്ങ് പറയുന്നത്. പിന്നെ പറഞ്ഞു അവസാനമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉദ്കുർനാ യാ മുഹമ്മദ് ഇൻദ റബ്ബിക്, ഉദ്കുർനാ, പുണ്യ റസൂലേ ഞങ്ങളെ സ്മരിക്കണം, യാ മുഹമ്മദ്, അല്ല പരിശുദ്ധ നായകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ സ്മരിക്കണേ ലോകത്തിന്റെ നേതാവേ, ഇൻദ റബ്ബിക്, അങ്ങയുടെ നാഥന്റെ സംവിധാനത്തിലേക്ക്, സവിധത്തിലേക്ക് കടന്നുപോയി, അവിടെ വെച്ച് പാപികളായി ഞങ്ങളെ സ്മരിക്കണം എന്ന് കൂടി പറഞ്ഞതോടുകൂടെ ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മാറി. മരണം സുനിശ്ചിതമാണ് എന്നൊരു മനുഷ്യന് ബോധ്യപ്പെടാനുള്ള പ്രയാസം കൊണ്ടായിരുന്നില്ല ഇത്, പുണ്യ റസൂലിന്റെ വഫാത്തിനെ അംഗീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് മാത്രമായിരുന്നു.
നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഇത് സുനിശ്ചിതമാണ്. നമ്മളെങ്ങാനും അത് കീഴ്പ്പെടാതെ പോവുകയാണെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഇന്ന് ഉംറക്ക് പോകുന്ന മനുഷ്യന്മാര്, ഹജ്ജിന് പോകുന്ന മനുഷ്യന്മാര്, റൗളാ ഷരീഫിന്റെ മണ്ണിലേക്ക് സിയാറത്തിന് വേണ്ടി കടന്നു പോകുന്നവര് ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസക്കാലം അവിടെ തങ്ങിയതിന്റെ ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി സ്വഹാബി എന്ന് നമുക്ക് വിളിക്കണമായിരുന്നു. പിന്നെ എന്തെയാ പേരിൽ ഇത് നമ്മളെ വിലക്കിയ ഘടകം പുണ്യ റസൂലിന്റെ വഫാത്താണ്. അള്ളാന്റെ റസൂല് വഫാത്താകുമായിരുന്നില്ല എങ്കിൽ ഇന്ന് മദീനത്ത് പോകുന്നവർ അവിടുത്തെ കരം ഗ്രഹിക്കുമായിരുന്നു, അവിടുത്തെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യുമായിരുന്നു. സ്വഹാബി പട്ടം നേടി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അത്തരം ആളുകൾ മരിച്ചു പോകുമ്പോൾ അവരെ പറ്റി റളിയല്ലാഹു അൻഹു എന്ന് ആദരവോടുകൂടെ ലോകം പറയുമായിരുന്നു. എന്തേ നമുക്ക് ആ പട്ടം നഷ്ടപ്പെടുത്തിയത്? പുണ്യപ്രവാചകനല്ല, നമ്മളുമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതുകൊണ്ട് തന്നെ ഈ റജബിന്റെ പടിവാതിലിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യം ഗൗരവതരമായ വിശകലനങ്ങൾക്ക്, വിചാരപ്പെടലുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. تمر أقاربي جنبات قبري كأن أقاربي لم يعرفوني ذوي الميراث يقتسمون مالي وما يألون أن يأدوا ديوني فقد أخذوه صيامه فراعوا ويا الله أسرع ما نسوني. എത്ര ആളുകളാണ് മരിച്ചുപോയത്? മരിച്ചുപോയവരുടെ ബന്ധുക്കൾ അവരുടെ കുഴിമാടത്തിന്റെ വക്കിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യകാലങ്ങളിൽ അവർക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ ഒരുപാട് കാലം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാവാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും അവർ മറപ്പെട്ട് കിടക്കുന്ന ശ്മശാന ഭൂമിയുടെ ഖബറിന്റെ മണ്ണിന്റെ അരികിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് അവരെ അത്ര പെട്ടെന്ന് ഓർമ്മ വരാറില്ല. പക്ഷേ മരിച്ചു കിടക്കുന്ന മയ്യത്ത് നമ്മളെ മറന്നുപോയിട്ടുമില്ല. ആ മയ്യത്ത് പിന്നെ കവിത പാടുകയാണ്: എന്റെ ബന്ധുക്കൾ എന്റെ ഖബറിന്റെ കുഴിമാടത്തിന്റെ അരികിലൂടെ നടന്നുപോയി, എന്നെ കണ്ട ഭാവമേ അവർ പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇവിടെ ഇട്ടേച്ചു പോയ അനന്തര സ്വത്തുക്കളെ ഭാഗിക്കാൻ, ഓഹരി വെക്കാൻ എത്ര വലിയ ആവേശത്തോടുകൂടെയാണ്, മാത്സര്യ ബുദ്ധിയോടുകൂടെയാണ് അവർ കടന്നു വന്നത്. ആ വിഷയത്തിൽ അവർക്ക് തർക്കം പോലുമില്ലായിരുന്നു. എന്നാൽ എന്റെ കടം വീട്ടാൻ പോലും എന്റെ അനന്തര സ്വത്തുക്കളെ ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമം നടത്തിയില്ല. എനിക്ക് സൃഷ്ടികളുമായുള്ള ബാധ്യത തീർക്കാൻ എന്റെ സമ്പത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്റെ അനന്തര വിഹിതങ്ങളെ, എന്റെ ഞാൻ ഇട്ടേച്ചു പോയ സമ്പത്തിനെ ഞാൻ കടമായിട്ട് ബാക്കിയാക്കി വെച്ച ആളുകൾക്ക് വീട്ടാനുള്ള ശ്രമം പോലും നടത്താതെ കടവസ്തുക്കളെ പോലും സ്വന്തവൽക്കരിക്കാൻ അതിനാണ് ശ്രമം നടന്നത് എന്ന് മയ്യത്ത് ഖബറിൽ വെച്ച് നിലവിളിക്കുകയാണ്. ഫഖദ് അഖദൂ സിയാമഹു ഫറഉ. അവർക്ക് കിട്ടേണ്ട ഓഹരിയെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിലാണ് അവരുടെ ശ്രദ്ധ. ഫയാതല്ലാഹി, കഷ്ടമേ കഷ്ടം. അസ്റഉ മാ നസൂനി, എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്നുപോയത്. എന്നാറടി മണ്ണിൽ കിടക്കുന്ന മയ്യത്ത് അറിയാതെ പാടിപ്പോകുന്നു, അല്ലെങ്കിൽ കണ്ടുപോകുന്നു. ഈ ദുരന്ത സ്വപ്നങ്ങളെപ്പറ്റി അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളും ആ വഴിയെ കടന്നു പോകുന്നു. പുതിയ ലോകത്തിന്റെ മുമ്പിൽ അത്തരം ഒരു ചിന്താഗതി കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഗൗരവതരമായിരിക്കുന്ന ചിന്താഗതിക്ക് തിരികൊളുത്തുന്നില്ല എന്നൊക്കെ നമ്മുടെ പ്രവർത്തന മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. ഏത് ബാറിന്റെ മുമ്പിലും നമ്മുടെ സഹോദരങ്ങളുടെ നീണ്ട നിര, അത് ഏത് വിഷയത്തിലാണ് ഇല്ലേ? നീണ്ട നിരയുണ്ട്, അതിൽ അവസാനമില്ല. ലഹരി വസ്തുക്കളാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, അണ്ണാച്ചി പെണ്ണ് വന്നിട്ടാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. കൊളപ്പറങ്ങാടിയിലടക്കം അണ്ണാച്ചി പെണ്ണ് വന്നിട്ടാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. അവരെ പിടിക്കാൻ നിയമപാലകർ തയ്യാറാവില്ല, ഷുവറാണ്. കാരണം അവരുടെ കീറിപ്പറിഞ്ഞ ശരീരവും വസ്ത്രവും ജടകുത്തിയ മുടിയും അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, അമ്ലമായിരിക്കുന്ന ശരീരപ്രകൃതിയും സംസ്കാര ശൂന്യതയും എല്ലാം നിയമപാലകരെ അവരിൽ നിന്ന് അകറ്റി നിർത്തും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം മാഫിയകൾ ഇടനിലക്കാരായി കാണുന്നത് നമ്മുടെ അമ്മി കല്ല് കൊത്തുന്ന, അരവയറ്റിൽ
ടാർഗന്ധമേറ്റിയിട്ട് തന്റെ കുഞ്ഞിനെ അരവയറ്റിലെ തൊട്ടിലിൽ കെട്ടിയിട്ട് കുഞ്ഞിനെ ഉറക്ക നൽകിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടുകാരിയായിരിക്കുന്ന പെങ്ങളുടെ കയ്യിൽ കഞ്ചാവിന്റെ ഇടനിലക്കാരിയാവാനുള്ള സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മാഫിയകൾ പ്രവർത്തിക്കുന്ന മണ്ണായി മലപ്പുറത്തെ മണ്ണ് മാറിയപ്പോ ആരാണതിന്റെ ഉപഭോക്താവ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാതെ പോയി. ഇടനിലക്കാരിയായ അണ്ണാച്ചി പെണ്ണിനെ പറ്റി വാതോരാതെ നമ്മൾ പറയുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആരാണ് ഇതിന്റെ വക്താവും ഉപഭോക്താവും എന്നതിനെ പറ്റി നമ്മൾ വിസ്മരിച്ചുപോയി. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. രവീന്ദ്ര സിംഗിന്റെ ഒരു പുസ്തകമുണ്ട്, ഐ വാസ് എ ഡ്രഗ്സ് അഡിക്റ്റ്. ഞാനൊരു ലഹരിയുടെ അടിമയായിരുന്നു. 9 വയസ്സായ സമയത്ത് നാട് വിട്ട ചെറുക്കൻ 15-ാം വയസ്സിൽ പഞ്ചാബിലെത്തി. ഏക്കർ കണക്കിന് ഹാഷിഷ് കൃഷി ചെയ്യുന്ന, കഞ്ചാവ് കൃഷി ചെയ്യുന്ന പാടശേഖരത്തിൽ കൂലിത്തൊഴിലാളിയായി രവീന്ദ്ര സിംഗ് 15-ാമത്തെ വയസ്സിൽ അച്ഛനമ്മമാരെ വിട്ടുപോയ കുട്ടി. അവിടെ വെച്ചിട്ട് ഇവന് പണിയെന്താറിയോ? ഒരു ദിവസം 100 രൂപ കൂലിക്ക് കഞ്ചാവ് ചുരുളുകൾ അതിന്റെ ചെടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുവന്നിട്ട് കഞ്ചാവ് നിർമ്മിക്കാം. അവസാനവും പറയാ, ഒരു കൊല്ലം കൊണ്ട് ഞാൻ കഞ്ചാവിന്റെ അഡിക്ഷനിലേക്ക് കടന്നുപോയി, കഞ്ചാവിന്റെ അടിമയായി. പിന്നെ അതെനിക്ക് എന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായി മാറി. രവീന്ദ്ര സിംഗ് അടുത്ത കൊല്ലം ഗോവയിലേക്ക് കടന്നു വരുന്നു. 16-ാമത്തെ വയസ്സിൽ ഗോവയിലെ ബീച്ചിൽ വന്നിട്ട് ഹിപ്പികളുടെ കൂട്ടത്തിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. ഹിപ്പികൾ ആരാണെന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 16-ാമത്തെ വയസ്സിൽ ഞാൻ ഹിപ്പികളുടെ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുത്തു. അന്ന് എന്റെ ഏറ്റവും വലിയ, ഞാൻ സേവിക്കുന്ന ഏറ്റവും വലിയ ആയുധം മദ്യമായിരുന്നു. പിന്നെ മദ്യത്തെ പറ്റി തന്നെ ഒരുപാട് സംസാരങ്ങൾ നടന്നു, അല്ലേ? മദ്യം തന്നെ വ്യത്യസ്ത ഇനം. അപ്പൊ കഴിഞ്ഞ കള്ളിന്റെ കച്ചവടം നടന്ന സമയത്ത് നമ്മുടെ ജില്ലയിൽ നിന്നാണ് 26 ജീവൻ പോയത്. കേരള സംസ്ഥാനത്തിന് മലപ്പുറം അല്ലാതെ എത്ര ജില്ല ഉണ്ട്? എന്നാൽ മദ്യ ദുരന്തമുണ്ടായ സമയത്ത് നമ്മളെ ജില്ലയിൽ നിന്ന് വളാഞ്ചേരി, കുറ്റിപ്പുറത്തിന്റെയും വളാഞ്ചേരിന്റെ ഇടയിലുള്ള പേരശ്ശന്നൂരിൽ നിന്നും വണ്ടൂരിൽ നിന്നുമായിട്ട് 26 മനുഷ്യന്മാരാണ് ജീവൻ പോയത്. നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇവർ പ്രയോഗിക്കുന്ന കോഡ് ഭാഷ പോലും അപാരാണെന്നാ പറഞ്ഞത്. ചില സാധനം 8 അടിയാണെന്നാ പറഞ്ഞത്. അതാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചോ 8 അടിയെ നടക്കുള്ളൂ, പിന്നാണ്ട് സൈഡാവും. അതിന്റെ ഡോസാണോ? ചിലത് മണവാട്ടിയാണ്. മണവാട്ടി പുതുനാരി വീട്ടിലേക്ക് കടന്നു വരുന്ന മാതിരിയാണ് അത് കുടിച്ചോൻ വരിക, അതിന്റെ ഡോസാണത്. ചിലത് കുട്ടി ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ കുരിശിലേറാൻ പോയി 3 ദിവസം കഴിഞ്ഞാലേ പിന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുള്ളൂ. അപ്പൊ 3 ദിവസമാണ് ആ കള്ളിന്റെ ഡോസ്. ഈ രീതിയിൽ കള്ളിന്റെ ഡോസിനെ പറ്റി തന്നെ ബ്രോക്കർമാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മറ്റൊരു ഭാഷ പ്രയോഗിച്ചു. കന്നച്ചവടം നടക്കുന്ന ലാഘവത്തോടു കൂടെ കള്ള് കച്ചവടം നടത്തുന്ന മാപ്പിളയുടെ കഥ പുറം ലോകത്ത് വലിയ പാട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. ഈ പരുവത്തിലേക്ക് നമ്മുടെ ആളുകൾ പോയി. എന്നാൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് പോലും ഇത്തരം മാഫിയകൾ പ്രവർത്തിച്ചു. ഒറ്റപ്പാലത്തൊരു സ്കൂളിൽ നിന്ന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ കയ്യിലാണ് കള്ള് കാണുന്നത്. പാലക്കാട് ജില്ലയിലെ തന്നെ മറ്റൊരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുടിക്കുന്നു. 10-ാം ക്ലാസ്സിൽ അവന്റെ ചേച്ചി പഠിക്കുന്നു. സാറുമാര് അവന്റെ ചേച്ചിയെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കാൻ. എന്തിന്? നിന്റെ കൊച്ചനുജൻ കള്ളുകുടിയനാണ്, അത് വീട്ടിൽ പറയണമെന്ന് പറയാൻ. ചേച്ചി വന്നിട്ട് പറയാ, സാറുമാരെ എന്റെ കനിയൻ കള്ളുകുടിയനാണ് എന്നുള്ള വാർത്ത പറഞ്ഞ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ നോക്കണ്ട. എന്റെ അച്ഛനമ്മമാർക്ക് പട്ടച്ചാരായ ഉണ്ടാക്കി വിൽക്കലാണ് പണി. ശനി ഞായർ ദിവസങ്ങളിൽ അതിന്റെ സപ്ലൈ ചെയ്യുന്ന ഡ്യൂട്ടി എനിക്കും എന്റെ ആങ്ങളക്കുമാണ്. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യാറുണ്ട്. ടീച്ചർമാരെന്ത് അല്ലേ? ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി, സ്പേസ് ഓഫ് ഗാർഡൻ. ബ്രിട്ടീഷുകാരൻ പേരിട്ടു. ആ പേരിട്ടിട്ട് ബ്രിട്ടീഷുകാരൻ കടന്നുപോയി. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? എന്നാൽ ഇതിന്റെ മുഖ്യ സൂത്രധാരന്മാരും ഇതിന്റെ വൻകിട റാക്കറ്റുകളും പ്രവർത്തിക്കുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് എന്നുകൂടി ഇത്തരണത്തിന് അടിവരയിട്ടിട്ട് പറയാൻ, അല്ലെങ്കിൽ ഒരു ആശങ്ക ഇത്തരം എന്റെ വിഷയത്തിന്റെ അരുപറ്റിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സീരിയസ് ആയ സബ്ജക്റ്റാണ്. നമ്മുടെ കൗമാരം അത്രയും രൂക്ഷമായ വഴിതെറ്റിലേക്കാണ് കടന്നുപോയിരുന്നത്. ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി. പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു സ്കൂളിന്റെ അടുത്ത് കഫേ, ഇന്റർനെറ്റ് കഫേ പ്രവർത്തിക്കുകയാണ്. അതിന്റെ പുറം ഭാഗത്ത് നല്ല കൂൾബാറാണ്. അപ്പൊ ഈ കുട്ടികൾ ഇന്റർവെല്ലിന്റെ സമയമൊക്കെ ആകുമ്പോൾ കൂൾബാറിൽ വന്നിട്ട് നല്ല ഇതൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകും. ഇതാണ് സാർമാര് കാണുന്നത്. ഇതിന്റെ ഉൾഭാഗത്ത് ഇന്റർനെറ്റ് കഫേയാണ്. ഒരു ചെറിയ ഡോറ്, അഥവാ ഒരു കുട്ടിക്ക് ഉള്ളിലേക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ്. ഈ കുട്ടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കഫേയിൽ നടക്കുന്നത്, ഈ കുട്ടി ആവശ്യപ്പെടുന്ന പിക്ചേഴ്സാണ് അവിടെ കൊടുക്കുന്നത്. ഈ കുട്ടിക്ക് ഡെലിവറി ആയിട്ട് കിട്ടുന്നത്. അത് ഡൗൺലോഡ് ചെയ്യാനും തന്റെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെയുള്ള സകല ഫെസിലിറ്റിയും ഇരുട്ടിന്റെ മറവിൽ കൂൾബാർ പ്രവർത്തിക്കുന്ന, കൂൾബാറിന്റെ പിന്നാമ്പുറത്ത് ഇന്റർനെറ്റ് കഫേ പ്രവർത്തിക്കുന്ന ഈ കടയിൽ, സ്കൂളിന്റെ അതേ കോമ്പൗണ്ടിൽ
അങ്ങനെ ആ കുട്ടികൾ വഴികേടിലായതിന്റെ പിന്നെ പശ്ചാത്തലം പിന്നെ PTA കമ്മിറ്റിയും ബന്ധപ്പെട്ട അധികൃതരൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ പിടുത്തം കിട്ടിയതാണ്. വളാഞ്ചേരി ഇരുമ്പിളിയത്ത് സ്കൂളിന്റെ മുറ്റത്തുള്ള പെട്ടിക്കടയിൽ നിന്നാണ്, അല്ലെങ്കിൽ നെറ്റ് കടയിൽ നിന്നാണ്, കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്നാണ് 14 മൊബൈൽ ഫോൺ പിടിച്ചത്. ഞാൻ എന്നാൾ സംസാരിച്ചു വെച്ച എന്റെ വിഷയത്തിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആ വിഷയത്തോട് അനുപറ്റിയിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ സൂചന തന്നിരുന്നു. 14 മൊബൈൽ ഫോൺ 10ാം ക്ലാസ് വരെയുള്ള കലാലയത്തിന്റെ മുറ്റത്ത് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്ന് പിടിക്കപ്പെടുകയാണ്. ആ മൊബൈൽ ഫോണിലൊക്കെ കുട്ടികൾ പറയാണ്, ഈ ബന്ധുക്കൾ പറയാണ്, എത്ര വലിയ ഡിസ്പ്ലേയും ക്ലാരിറ്റിയും മെഗാ പിക്സലൊക്കെ ഉള്ള ഫോണാണ്. രക്ഷിതാക്കളെ വിളിച്ചു. അപ്പൊ ഈ കുട്ടി സ്കൂളിന്റെ ബെല്ലങ്ങട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വിടാൻ നേരത്തെ ഒരു ഓട്ടാണ് എന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് കിട്ടും. ഇത് വാങ്ങാനാ. ഇത് വാങ്ങി പിന്നെ വീട്ടിൽ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞ് രക്ഷിതാക്കളെ വിളിച്ചു. അപ്പൊ ഇതിന്റെ വാലിഡിറ്റി 4 ദിവസമാണ്. 10 റുപ്യാണ് ഒരു ദിവസം ഈ മൊബൈൽ ഫോണ് ആ ഷോപ്പിൽ സൂക്ഷിച്ചു വെക്കാൻ കൊടുക്കുന്നത്. അപ്പൊ 10 റുപ്യന്റെ രഹസ്യം ചുരുളടിഞ്ഞ് കടന്നു വരികയാണ്. 10 മണിക്ക് പ്രവർത്തിക്കുന്ന സ്കൂൾ 4 മണി വരെ പ്രവർത്തിക്കുന്ന സ്കൂളിന് എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ കൊടുക്കാൻ ഒരു കടയിൽ 10 രൂപ വാങ്ങുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുമ്പോൾ ഈ കുട്ടികൾ 10 രൂപന്റെ ഒരു പ്രോഫിറ്റ് എന്നുള്ളതിലേക്ക് കടക്കാരനുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ആവശ്യപ്പെടുന്ന എല്ലാ പിക്ചേഴ്സും വീഡിയോസും സോങ്സും ക്ലിപ്പും ഒക്കെ കുട്ടിയുടെ മെമ്മറി ചിപ്പ് കാർഡിലേക്ക് ഷോപ്പ് കീപ്പർ കയറ്റി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടിയും ഷോപ്പ് കീപ്പറും തമ്മിലുള്ള 10 റുപ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് പലപ്പോഴും വീട്ടുകാർ ചെക്ക് ചെയ്യുന്നില്ല. ഏത് കുട്ടിന്റെ മൊബൈൽ ഫോണാണ് വീട്ടുകാർ ചെക്ക് ചെയ്യാറുള്ളത്? ഇനി ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടിക്ക് അതിന് എത്ര പിന്നെ വളരെ തന്ത്രപരമായിരിക്കുന്ന ആയുധങ്ങളുണ്ട് അതിനെ ചേസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും രക്ഷിതാവ് തന്നെയാണ് ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത്. ഈ കുട്ടി 4 ദിവസം കൊണ്ടും 5 ദിവസം കൊണ്ടും 10 രൂപക്ക് കയറ്റിയ ക്ലിപ്പുകൾ മുഴുവൻ കണ്ടതിന്റെ ശേഷം അടുത്ത 10 രൂപയുമായി അതേ കടയിലേക്ക് പോകുന്നു. താൻ ഒരാഴ്ച മുമ്പ് കയറ്റിയ ക്ലിപ്പുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് അടുത്തത് ഈ മൊബൈലിന്റെ എന്റെ മൊബൈൽ കാർഡ് മെമ്മറി കാർഡിലേക്ക് ഫോർവേഡ് ചെയ്യണം എന്ന് ഷോപ്പ് കീപ്പറോട് പറയുന്നു. വീണ്ടും ഒരു 10 രൂപ കൊടുക്കുന്നു. ഇത് അനുസ്യൂതം തുടർന്നപ്പോഴാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ പിന്നാമ്പുറത്ത് വന്നത്. പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോയപ്പം പത്രസമ്മേളനം നടത്തിയിട്ട് തന്നെ ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയുകയുണ്ടായി. ഒറ്റ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്രയും വലിയ അനാശാസ്യം നടന്നത്. അല്ലെ? സ്കൂൾ അധികൃതർ ഇതിന്റെ പ്രതിയാണോ? അല്ല. പിന്നെ നമ്മുടെ കുട്ടിയെ വീട്ടുകാരാണ് വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ ധർമ്മം പഠിപ്പിക്കുന്നു, മതകലാലയങ്ങളിൽ ധർമ്മം പഠിപ്പിക്കുന്നു. പക്ഷെ ആ ധർമ്മം ഒന്നും പുലർത്താൻ പ്രാവർത്തിക തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പരാജയം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ രാത്രി 12 മണിക്ക് പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസ് ഏകദേശം ഒരു SLCക്ക് പ്രായം തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒരു 14-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണാൻ. അപ്പൊ 12 മണിക്ക് പട്ടാപ്പകല് സമയത്ത് നാഷണൽ ഹൈവേയിൽ എന്തായാലും ഒറ്റപ്പെട്ട ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ പോലീസിന് ഡൗട്ട് കൂടും. അവന് പിടിച്ചു പോലീസ്. അപ്പൊ ഉടനെ തന്നെ അവൻ പറഞ്ഞു, എന്താ നിൽക്കുന്നത്? ഒന്നുമല്ല, ഞാനിങ്ങനെ വെറുതെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന്റെ മൊബൈൽ ഫോൺ പോലീസ് ചെക്ക് ചെയ്തു. മൊബൈൽ ഫോൺ ഉടനെ അവിടെ എടുത്ത് പോലീസിന്റെ കയ്യിൽ കൊടുത്തു. പോലീസിനും അറിയാലോ, കുറെയൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അവർ ഡയൽഡ് നമ്പേഴ്സ് നോക്കും, റെസീവ്ഡ് കോൾസ് നോക്കും, മിസ്ഡ് കോൾസ് നോക്കും, മെസ്സേജ് നോക്കും. പോലീസ് ഇവന്റെ മെസ്സേജ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മെസ്സേജിന്റെ ഇൻബോക്സിൽ അരമണിക്കൂർ മുമ്പ് കടന്നു വന്ന ഒരു മെയിൽ ബോക്സ്, അഥവാ ഒരു മെസ്സേജ് കണ്ടു. ആ മെസ്സേജ് പിന്നെ പോലീസ് അതിന്റെ കോണ്ടാക്ട് ചെയ്താന്ന് നോക്കിയ സമയത്ത് അവന്റെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന താഴെ ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള ഒരു ഗേൾ ഫ്രണ്ടിന്റെ മെസ്സേജാണ്. ആ കുട്ടി പറയുന്നത്, വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ട്, ബാക്ക് സൈഡിലെ ഡോർ ഓപ്പൺ ആണ്, മെസ്സേജ് കഴിഞ്ഞു. മെസ്സേജിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഒരു 10ാം ക്ലാസ്സുകാരനായിരിക്കുന്ന കുട്ടി രാത്രി പെട്രോളിങ്ങിനിടെ പോലീസ് അവനെ പിടികൂടുന്ന സമയത്ത് ഇൻ കേസ് അല്ലെങ്കിൽ ബൈ ചാൻസിൽ അവന്റെ മൊബൈൽ ഒന്ന് ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻബോക്സിൽ 12 മണിയാണെങ്കിൽ പോലീസ് ചെക്ക് ചെയ്യുന്ന സമയം 11:30 മണിക്ക് വന്ന മെസ്സേജാണ് കേസിന്റെ വഴിയാധാരമാകുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു +1 പഠിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് വന്ന അവസാനം മാതാവ് ബോധരഹിതയായി വീണത് പത്രത്തിൽ വന്നു. അന്വേഷണം നടത്തി പോയപ്പോ വാപ്പ അബ്രോഡാണ്, ഗൾഫിലാണ്, പ്രവാസിയാണ്. ആകെ ഒരാങ്ങളെയുള്ളത്. വീട്ടിന് 2 നിലയാണ്.
പുറത്തുനിന്നൊരു അപ്സ്റ്റെയർ ഉണ്ട്. എല്ലാം ചുരുക്കി പറയാൻ ഞാൻ, ഉമ്മ നേരത്തെ ഉറങ്ങും, ആങ്ങളെയും താഴെ റൂമിലാണ് കിടക്കുന്നത്, പെങ്ങൾക്ക് മറ്റൊരു റൂമുണ്ട് എന്ന് പറഞ്ഞാൽ 3 മെമ്പേഴ്സേ വീട്ടിലുള്ളൂ, വാപ്പാനെ കൂടാതെ. വാപ്പ പുറത്താണ്. 3 മെമ്പേഴ്സിനും കിടക്കാനുള്ള വ്യത്യസ്ത ബെഡ്റൂം എന്റെ വീട്ടിലുണ്ട്. മുകളിൽ അപ്സ്റ്റെയർ കയറി പോകേണ്ട ഒരു കാര്യമില്ല. ഇവളെ കയ്യിൽ മൊബൈൽ കൊടുക്കൂല. വളരെ സ്ട്രിക്റ്റ് ആണ്. ആ വീട്ടിലെ കണ്ടീഷൻ ഒരു മതകീയ ചിട്ടയോട് പ്രവർത്തിക്കുന്ന ഒരു വീടുമാണ്. ആ വീട്ടിൽ മൊബൈൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +1 പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പ്രായവും ആ കുട്ടിയുടെ സാഹചര്യവും കണക്കിലെടുത്ത് അവൾക്ക് പ്രോഹിബിറ്റഡ് ആണ്, മൊബൈൽ കൊടുക്കാറില്ല. എന്നിട്ട് പോലും തന്റെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സുഹൃത്തുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും സ്വകാര്യ ബന്ധത്തിലേർപ്പെടുകയും മാനസിക ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതിന്റെ ശേഷം തന്റെ ആങ്ങളയുടെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ആങ്ങള ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ടേബിളിന്റെ മുകളിൽ നിന്ന് ഈ കുട്ടി ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് നേരെ മുകൾക്ക് കയറാണ്. മുകളിലേക്ക് കയറുക എന്ന് മാത്രമല്ല, ആ വീട്ടിന്റെ സ്ട്രക്ചറിനെ പറ്റി തന്നെ പറയുന്നത് പുറത്തുനിന്ന് ഒരു കോണി വീട്ടിലേക്കുണ്ട് മുകൾക്ക് എന്നാ. പലപ്പോഴും ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ കുട്ടിയാണ്, കോണി കടന്നു വരുന്നത് മറ്റേ കാമുകനാണ്. എല്ലാം കഴിഞ്ഞു, ആങ്ങളെയും വീട്ടുകാരും ഒന്നും അറിയാതെ കഴിഞ്ഞു. അവസാനം വയറുവേദനയുടെ പേരിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നാണ് ആദ്യമായി തന്നെ ഡോക്ടർ പറഞ്ഞത്. അവിവാഹിതയായിരിക്കുന്ന കുട്ടിക്ക് വയറുവേദന ഉണ്ടായതിന് എന്തിനാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്ന കേസ് എന്ന് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ചോദ്യം ഉയരും. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണം എന്ന ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ മുസ്ലിം മഹല്ലത്തിലെ മാപ്പിള പെൺകുട്ടിയുടെ കഥയാണത്. ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്, ഉറക്കെ ചിന്തിക്കുന്നത് നമുക്കൊക്കെ നല്ലതാ ഈ ലോകത്ത് എന്നുള്ളതിനപ്പുറം നാളെയുടെ ലോകത്ത്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുമ്പോൾ പോസിറ്റീവ് അല്ലേ? പ്രപ്പോസൽ പോലും വരാത്ത, കല്യാണാന്വേഷണം പോലും വരാത്ത കൊച്ചുമിടുക്കിയായിരിക്കുന്ന മഹല്ലത്തിലെ ഉന്നത ശീർഷമായിരിക്കുന്ന കുടുംബത്തിലെ തറവാട്ടിലെ മതബോധമുള്ള മതമൂല്യം എപ്പോഴും കീപ്പ് ചെയ്യുന്ന നല്ല വേഷവിധാനത്തോടു കൂടെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ആ കുട്ടി മൊബൈൽ ഫോൺ പോലും സ്കൂളിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. കിട്ടിയ റിസൾട്ടോ ഒരു അവിഹിത ഗർഭം. ഇപ്പൊ അബോർഷൻ ഏത് ഹോസ്പിറ്റലിൽ നോക്കിയാലും അബോർഷൻ ഇഷ്ടം പോലെ നടക്കുകയാണ്. ഈ അബോർഷന്റെ പിന്നാമ്പുറ ചരിത്രങ്ങൾ നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചോ? നമ്മൾ ആലോചിക്കണം. ഒരു സമിതി ഇപ്പം കേരളത്തിലെ മഹല്ലുകളെ പറ്റി ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറത്തെ ഏകദേശം മഹല്ലുകളെ പറ്റി, ഈ മഹല്ല് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെയൊക്കെ മുസ്ലിം കുടുംബങ്ങൾക്ക് ലിമിറ്റേഷൻ കൊടുക്കുന്നത് മഹല്ല് സംവിധാനം. അങ്ങനെ ഓരോ മഹല്ലുകളെയും കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ പഠനം നടത്തുമ്പോഴാണ് നമ്മുടെ ഗ്രാമീണ മേഖലകളിലേക്കും ഓണഗാറ മൂലകളിലേക്കും അന്വേഷണം കടന്നുപോവുക. അന്വേഷണം കടന്നുപോയി ഇപ്പൊ അതിന്റെ ഒരു നിജസ്ഥിതി, ഒരു സ്കെയിൽ, ഒരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോ കേരളത്തിൽ ഒരു കാലത്ത് 10 കൊല്ലം മുമ്പ് പ്രവർത്തിച്ച ഓട്ട് നിർമ്മാണം, ചട്ടിപ്പാത്ര നിർമ്മാണം, പപ്പട നിർമ്മാണം എന്നിത്യാദി കുടിൽ വ്യവസായങ്ങൾക്ക് പകരം ഇന്ന് മലപ്പുറത്തെ പ്രധാന ഗ്രാമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുടിൽ വ്യവസായം പ്രധാനമായും ആഭിചാരവും അവിഹിത ബന്ധവുമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം. ഓട്ടുപാത്ര നിർമ്മാണത്തിൽ നിന്നും പപ്പട നിർമ്മാണത്തിൽ നിന്നും നമ്മുടെ സമുദായം മാറി സ്വകാര്യ ലാഭത്തിന് വേണ്ടി, ചില്ലി കാശിന് വേണ്ടി ആഭിചാര പ്രക്രിയയിലേക്കും അവിഹിത ബന്ധങ്ങളിലേക്കും കടന്നുപോയ മുസ്ലിം കുടുംബത്തിന്റെ സന്തതികളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ? നമ്മൾ ആലോചിക്കണ്ടേ? പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊന്നവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. എസ് എ ജമീലിന്റെ കവിതയിൽ പറഞ്ഞു, പാട്ടിൽ പറഞ്ഞു, ഗൾഫ് കത്തുപാട്ടിൽ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഗൗരവതരമായിട്ട് പറഞ്ഞു അല്ലേ? ഭാര്യ അങ്ങോട്ട് ചോദിച്ചു വളരെ സമാധാനത്തോടു കൂടെ, ഇത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ എന്തെന്നാൽ എഴുതുന്നു സ്വന്തം ഭാര്യ, എഴുതുന്നു എന്തെന്നാലിലേറെ പീരീശത്താൽ ചൊല്ലിടട്ടെ വാസലാം, ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിടട്ടെ, അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്നെല്ലാം കരുതി സന്തോഷിക്കട്ടെ. എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്? എന്തിനുകൾ ഭാഗം കണ്ണുനീരും കൊണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്? നീരി നീരി മാറിക്കും എന്തുള്ളാകം നീന്തി നീന്തി തോടിക്കും. 2-3 മാസം നിങ്ങൾ നാട്ടിൽ വന്ന് മുമ്പ് നിങ്ങൾ
അതിലുണ്ടായ ഒരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. അവനിന്നും ചോദിക്കും ബാപ്പായ വീടെന്ന്. പൂക്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ പൂതി നിങ്ങൾ കൂടില്ലേ. പാവപ്പെട്ട ചാരിതാർത്ഥ്യ ബോധമുള്ള നമ്മുടെ സഹോദരി ചോദിച്ചു. 10 കൊല്ലം മുമ്പുള്ള ദുബായ് കത്തുപാട്ടിന്റെ പരിസ്ഥിതിയാണിത്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അന്ന് പാവപ്പെട്ട ചാരിത്രം വീട്ടിന്റെ 4 കെട്ടുകൾക്കിടയിൽ സൂക്ഷിച്ചിട്ട് പക്വതയോടുകൂടെ മക്കളോട് പെരുമാറിയ മക്കളുടെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് പെരുമാറിയിട്ട് കർത്തവ്യബോധത്തോടുകൂടെ മുന്നോട്ട് നയിച്ച പാവപ്പെട്ട സഹോദരി നമ്മുടെ ഉമ്മാനെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ വേലിചാടിപ്പോയ കഥകളില്ലായിരുന്നു. അവിടെ അന്യന്റെ കൈ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യേണ്ട ഗതികേട് 10 കൊല്ലം പോലും 7 കൊല്ലം പോലും 5 കൊല്ലം പോലും തന്റെ ഭർത്താവ് പ്രവാസ ജീവിതം നയിച്ചിട്ട് പോലും തന്റെ വീട്ടിന്റെ അന്തരീക്ഷത്തിന്റെ ഉള്ളിൽ തന്റെ ചാരിത്രത്തെ സംരക്ഷിക്കാൻ, അന്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് പിറകോട്ട് വരാൻ ആരാണ് നമ്മുടെ പഴയ മാതാവിനെ, ഉമ്മമാരെ, സഹോദരിമാരെ, പ്രവാസിയുടെ ഭാര്യന്മാരെ പ്രേരിപ്പിച്ചത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരണത്തിൽ ഭൂഷണമാണ്. ആ കാലം പോയി ഇപ്പോ എവിടെത്തി നമ്മൾ ആലോചിക്കണം. പുത്തനത്താണി, ഞാൻ സ്ഥലം ഇങ്ങനെ പറയണെന്തിനാറിയോ, ഒരു ആധികാരികത കിട്ടിക്കോട്ടെ, എവിടുന്നെങ്കിലും എടുത്ത് പറയല്ല, ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ് എന്ന് അറിയാൻ വേണ്ടിയാണ്. പുത്തനത്താണിയിൽ ഒരു വീട്ടിൽ വെച്ചാണ് ഭർത്താവിന് ഫോൺ വരികയാണ്. ഗൾഫിൽ കഴിയുന്ന ഭർത്താവിന് 3 മാസമായിട്ടേ ഉള്ളൂ ഗൾഫിൽ പോയിട്ട്. പുതിയ സംഭവം, ഭർത്താവിന് ഫോൺ വരികയാണ്. ആരാണ് ഫോൺ വിളിക്കുന്നത്? അയൽപ്പക്കത്തുള്ള ഭർത്താവിന്റെ സുഹൃത്ത് തന്നെയാണ്. നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആ വീട്ടിലാരൊക്കെയോ സന്ദർശിച്ചു പോകാറുണ്ട്, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഭർത്താവ് പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് രൂക്ഷമായി പ്രതികരിച്ചു, പരാതി പറഞ്ഞവനെതിരെ. പക്ഷേ നല്ല സുഹൃത്താണ്. ഈ സൗഹൃദ ബന്ധത്തെ മാന്യതയോടുകൂടെ മനസ്സിലാക്കിയ ഭർത്താവ് അവസാനം ഭാര്യയെപ്പറ്റി ഒന്ന് ചിന്തിക്കാനും അതിനെ ഒന്ന് വാച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയ അവസാനം ഭർത്താവ് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത കോലത്തിൽ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം നേരെ വന്ന് കയറുന്ന സമയത്ത് തന്നെ ഈ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്കൂൾ ബസിന്റെ ഡ്രൈവറെ സ്വന്തം റൂമിൽ നിന്ന് ഭാര്യാസഹിതം പിടികൂടേണ്ട ഗതികേട്. മലപ്പുറത്ത് കോട്ടക്കലിന്റെയും വളാഞ്ചേരിയുടെയും ഇടയിലുള്ള പുത്തനത്താണിയിലാണ് നടന്നത്. പത്രത്തിൽ വലിയ വാർത്തയായി. പത്രത്തില് വാർത്ത വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത്, ഓർമ്മല്ല. അതൊരു വിഷയം. 6 മാസമായി അതോടൊന്നും കൊണ്ട് പോരണം. ചെങ്കുവട്ടിയുടെയും കോഴിച്ചിനയുടെയും ഇടയിൽ. എന്താ സംഭവം? 6 മാസമായി കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി. നിക്കാഹൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഭാര്യയോട് സംസാരിക്കാനൊക്കെ ഭാര്യക്കൊരു ഫോണ് കൊടുത്തു. ഇവളാണെങ്കിലോ തുടർ പഠനം നടത്തണം എന്ന് ഭർത്താവിനോട് നിർബന്ധം പറഞ്ഞു. കല്യാണം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഇവള് പറഞ്ഞ കണ്ടീഷൻ അല്ല. അതുകൊണ്ട് തന്നെ കോട്ടക്കലിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പെൺകുട്ടിയൊന്നും പഠിക്കാൻ പോകും. ഒക്കെ കഴിഞ്ഞു. ഇവളെ കോള് രാത്രി 2:30 മണി വരെ തുടരും എന്നാണ് ആ വീട്ടിലെ അമ്മായിമ്മ അഥവാ ഭർത്താവിന്റെ ഉമ്മ പറയുന്നത്. ആ വീട്ടില് അമ്മോശനില്ല, അദ്ദേഹം മരിച്ചുപോയില്ല. അവസാനം ഒരു ദിവസം മകൻ വിളിച്ച സമയത്ത് മകനോട് ഉമ്മ പറഞ്ഞു, മോനെ, ഓള് നേരം വെളുത്ത സ്കൂൾക്ക് പോകാനുള്ള കുട്ടിയാണ്. എന്റെ ഫോണാണെങ്കിലും 2-2:30 വരെ തുടരും. അതുവരെ ഇവള് ഫോൺ വിളിച്ച് പോയി. എങ്ങനെയാണ്? പിന്നെ ആ സാധു നേരം വെളുത്ത് വീട്ടിലെ പണി കഴിഞ്ഞ് സ്കൂളിൽ പോയി പഠിത്തം കഴിഞ്ഞ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടറിയണം. ഇപ്പം പറഞ്ഞു, ഉമ്മ 10:30 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടാറില്ല, അവിടെ ഫോൺ അവസാനിപ്പിക്കലാണ്. പിന്നെ ആരാണ് ഇവിടെ ഫോണിക്ക് 2:30 മണിക്കൊക്കെ ഈ കുറുകുറു പറയാൻ വരുന്നത്? പാവപ്പെട്ട മാതാവിനെ അന്വേഷണം പുരോഗമിപ്പിക്കണം എന്ന് തോന്നി. അടുത്ത ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ചു. ഈ പ്രായം ചെന്ന ഉമ്മാക്ക് എന്ത് ചെയ്യാനാ? അവസാനം ഒരു പ്രബുദ്ധനായ ഒരു സഹോദരൻ വന്നിട്ട് ഈ പെണ്ണിന്റെ മൊബൈലിന്റെ ഇൻബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ള് അന്യമതസ്ഥനായ കുട്ടന്റെ മെസ്സേജാണ്. നമ്മൾ ആലോചിക്കണം. മുഴുവൻ ഈ മെസ്സേജ് പോയി. ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്. ഇതിനൊക്കെ തെളിവ് ആവശ്യമെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. ആ വീട്ടിൽ ഞാൻ പോയോനാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ വീട്ടിലെ ഉമ്മാനെ റഅയ്തു ബിഐനയ്യ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവസാനം ഇവൻ ആ കാര്യം പറഞ്ഞ് നിന്റെ ഭർത്താവിന്റെ മണിയറയിലെ 0 ബൾബിന്റെ കളർ അടക്കം ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്വേഷിച്ച് നോക്കിയ സമയത്ത് നാട്ടുകാർ ഒരു ദിവസം ബൈക്ക് കാറ്റൊഴിച്ചു വിട്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ആ കുടുംബത്തിന്റെ
മനസ്സിൽ കണ്ടിട്ട് അവർ ആ കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞില്ല. കാരണം ആ കുടുംബത്തിൽ ഒരു മരോള് പഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പാവപ്പെട്ട മാതാവിനെയോ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മായെയോ മറ്റാരെയെങ്കിലോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന കൺസെപ്റ്റിൽ ഈ വസ്തുത അവിടുത്തെ ചെറുപ്പക്കാർ കുഴിച്ചു മൂടിയതാണ്, അഥവാ മനഃപൂർവ്വം പറയാതിരുന്ന. പക്ഷെ ഈ ബന്ധാട് വഷളായി, അത് ത്വലാഖിൽ കലാശിച്ചു. അവസാനം ഇവള് പറഞ്ഞു, എനിക്ക് കുട്ടന്റെ ഒപ്പം പോകണം, തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. കുട്ടന്റെ കൈ പിടിച്ച് ഞാൻ പോകുന്ന ആര്? നമ്മളെ മദ്രസിലെ അഖീദയും അഖ്ലാഖും ദീനിയാത്തും തജ്വീദും ഒക്കെ പഠിച്ച, കർമ്മശാസ്ത്രമൊക്കെ പഠിച്ച, വിശ്വാസ മനഃശാസ്ത്രമൊക്കെ പഠിച്ച പെൺകുട്ടി അന്യന്റെ കൈ പിടിച്ച് പോകണമെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയുന്ന സമയത്ത്, മോളെ എന്റെ ഉമ്മേണി വന്നത്, മോളെ എന്റെ ഉപ്പേണി വന്നത്, നീങ്ങ് വാ എന്ന് പറയുമ്പോ നിങ്ങളെ ഞാൻ അറിയൂല എന്ന് പറയാൻ മാത്രം തൊലിക്കട്ടി നമ്മുടെ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്താത്തതിൽ നമ്മുടെ കുടുംബം പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. ഒക്കെ പോയതിന്റെ ശേഷം അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രപ്പോസലിൽ വരിക, പ്രപ്പോസലിൽ വന്നിട്ട് എത്ര ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമുക്ക് അന്വേഷിക്കേണ്ടി വരാൻ. കുട്ടീന്റെ കുടുംബം അന്വേഷിച്ചാൽ പറയില്ല. ഇപ്പൊ ഒരു കാലത്ത് കുട്ടീന്റെ കുടുംബം അന്വേഷിക്കണം, കുട്ടീനൊന്ന് ജസ്റ്റ് കാണണം, കിതാബത്ത് ഓക്കെ, എത്ര പെട്ടെന്നാ കല്യാണം ഉറപ്പിക്കലേറ്. ഇപ്പൊ ഇന്നതാ, ഇപ്പൊ കല്യാണം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ആയിക്കോട്ടെ പുതിയാപ്പിളിന്റെ ചെറുക്കന്റെ വീട്ടിലേക്ക് വരും, ങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ കൂടിയാലേക്കും ടയ്യപ്പയും. ഈ 4 ദിവസത്തെ ഗ്യാപ്പിന്റെ ഉള്ളിൽ പെണ്ണിന്റെ സ്വഭാവം മാറി, ഓൾക്കൊരു പരിങ്ങല്. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു അഫയർ ഉണ്ട്, ഇവിടെ ഒരു കേസ് ഉണ്ട്, അവിടെ ഒരു കുളത്തുണ്ട്, ഇങ്ങനെ വരികയാണ്. എത്ര പ്രശ്നങ്ങളാണ്. എന്തേ നമ്മുടെ കുട്ടിന്റെ ഈമാനും ആവേശമൊക്കെ ഇവിടെ പോയി. അന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസവും പുറത്തേക്ക് ഇറങ്ങലും മറ്റു കാര്യങ്ങളൊക്കെ, ഒരു അച്ചടക്കമുണ്ടായിരുന്നു ആ വിഷയത്തിൽ. നമ്മൾ പറയാറുണ്ട്, അന്ന് പെണ്ണെട്ടിയ മനുഷ്യന്മാരെന്നെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണെങ്കിൽ, ബസ് കാത്തുക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഭാര്യ ഭർത്താവിനോട് പറയും എന്ത്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനോട് പറയും, ഞാനേ മുന്നേ നടക്കുക, ഈ കൊടയും പിടിച്ചിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്നോ. എന്തിനത് എന്നൊക്കെ പറഞ്ഞാണ്ട് കാദിന്റെയും ഷാഹിദീങ്ങളെയും 2 കൂട്ടരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ മുമ്പെന്ന് നിക്കാഹ് പബ്ലിക്കായിട്ട് നടന്ന ആൾക്കാർ ഓർക്ക് വേണമെങ്കിൽ കെട്ടിപ്പിടിച്ച് കൊട്ടുകൂടെ നടന്നോടെ. പിന്നെ എന്തിനാ ഈ ഭാര്യയും ഭർത്താവുമാണെന്ന് നാട് വിധി എഴുതിയ ആളുകൾ ബസ്സിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത്, ബസ് കയറാൻ പോകുന്ന സമയത്ത്, വീട് വിട്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തിനാ മൂപ്പര് ഒരു 100 മീറ്റർ മുന്നിൽ നടക്കണേ കുട്ടിയും പിടിച്ചാണ്ട്? എന്നിട്ട് മൂപ്പരുത്തിയാർ ഇങ്ങനെ ഒരു വേറെ 100 മീറ്റർ ബാക്കിൽ ഇങ്ങനെ വരും, രണ്ടാളും ഒപ്പം പോകില്ല. ഒരു 5 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ കണ്ട ഒരു ധാരണയാണത് അല്ലെ? ഇന്നോ അങ്ങനെ പോണ്. കോളേജ് കുമാരൻ ബൈക്ക് ഓടിക്കുന്നു, കുമാരി നടുവിലിരിക്കുന്നു, വേറെ കുമാരൻ ബാക്കിലിരിക്കുന്നു, ടൂറാണ്. എത്ര ആരാ ചോദിക്കാൻ വരുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ? ചോദിച്ചോ കുടുങ്ങി. മതസ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചു. പത്രത്തിൽ വരും പിറ്റേന്ന്. അത് എഴുതാൻ ഇവിടെ കുറെ ദല്ലാളിമാരുണ്ട്. ആ വാർത്ത പാട്ടാക്കാൻ ഇവിടെ ഒരുപാട് ചാനലുകളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഞ്ചേരി പാണ്ടിക്കാട്ടിലെ സെറീന ബാനു എന്ന് പറയുന്ന സഹോദരി IT വിദ്യാർത്ഥിയ. എവിടെ? കൊച്ചിയിൽ സ്മാർട്ട് സിറ്റിയുടെ അടുത്ത് കാക്കനാട്ടിന്റെ എടപ്പള്ളിന്റെ ഒക്കെ പരിസര പ്രദേശത്തെ ഒരു IT വിദ്യാർത്ഥിനിയാണ് സഹീറ ബാനു. മഞ്ചേരിയിലെ സഹീറ ബാനു അവിടെ തന്നെ റെസിഡൻഷ്യൽ സംവിധാനത്തോടു കൂടെയുള്ള എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് തന്നെ അവള് മലപ്പുറത്തിന്റെ പരിധി വിട്ടാൽ തട്ട നേരെ എടുത്തിട്ട് ബാഗ് കാർഡ് വെക്കുന്നതാണ്. പിന്നെന്ത് ചെയ്യും? ചുരിദാറിന്റെ ഓവർഷാളാണ്ടായിരിക്കും, അവിടെ കോട്ട് ഉണ്ടാകും, ഇന്നർ കോട്ട് ഉണ്ടാകും, നല്ല ടൈറ്റ് ഫിറ്റ് പാൻറ്റും ഉണ്ടാകും എന്നാ പറയുന്നത്. അതൊക്കെ ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെ കുട്ടീന്റെ പരുവം, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നമ്മളെ കുട്ടി വണ്ടി കയറി കടന്നു പോകുന്ന സമയത്ത് കുട്ടിയുടെ സംസ്കാരമാണ് മാറുന്നത്. വിദ്യാഭ്യാസത്തിൽ ഒരു പരിവർത്തനം വരുന്നില്ല. അവസാനം സഹീറ ബാനു എന്ന് പറയുന്ന മഞ്ചേരിക്കാരി പാണ്ടിക്കാട്ടുകാരിയായിരിക്കുന്ന പെൺകുട്ടിയെ അന്യമതസ്ഥനായ സുഹൃത്തിന്റെ കൂടെ ബൈക്കില് ചായ കുടിക്കാൻ 12 മണിക്ക്, രാത്രി 12 മണിക്ക് കഫയിലേക്ക്, ടീ ഷോപ്പിലേക്ക് കടന്നു വന്നപ്പോ 2 സുഹൃത്തുക്കൾ ചോദിച്ചു, പിന്നെ കേരളത്തിലെ ബാംഗ്ലൂരാക്കാൻ ഞങ്ങൾ അനുവദിക്കൂലാട്ടോ എന്ന് പറഞ്ഞ് കമന്റ് അടിച്ചു 2 സുഹൃത്തുക്കൾ. കാരണം ഇവർക്ക് സഹീറ ബാനുവിന്റെ മതവും മനസ്സിലായി, മറ്റോന്റെ മതവും മനസ്സിലായി. ഇത് അനാവശ്യമായ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് മനസ്സിലായപ്പോഴാണ് നല്ല ആവേശമുള്ള നമ്മളെ ചെറുപ്പക്കാർ ഈ കമന്റ് അടിച്ചത്. ഇവള് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയി മാത്രമല്ല, ആ വാർത്ത ഒരു ചാനലും ആ ചാനലിന്റെ പ്രവർത്തകന്മാരും ഇന്ന് വേണ്ട കോട്ടയം പത്രം അത് വലിയ ഇഷ്യൂ ആക്കി. അവര് വണ്ടക്ക നിരത്തി ഒലക്ക മുക്കി വാർത്ത എഴുതി. നട്ടപ്പാതിരക്ക് നടുറോട്ടിൽ വെച്ചിട്ട് മുസ്ലിം വിദ്യാർത്ഥിനിയെ ക്രൂരമായിട്ട് മാനസിക പീഡനത്തിന് വിധേയമാക്കി എന്ന് പറഞ്ഞു. ഈ പ്രവർത്തകർ തന്നെ ഇവരോട് എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് പല ചാനലിന്റെ ആൾക്കാർ വന്നു. ഇവരെ ചാനൽ വന്നിട്ട് ഇവളോട് ലൈവായിട്ട് അന്നത്തെ മെയിൻ ന്യൂസ് നമ്മൾ ആലോചിക്കണം. അന്നത്തെ മെയിൻ ന്യൂസിൽ മുഴുവൻ ഇവളാ. എന്നിട്ട് ന്യൂസ് ഹവറിൽ 1 മണിക്കൂർ കൊട്ടി ആഘോഷിക്കുന്ന ന്യൂസ് ഹവറിലും ഇവളാ. എന്റെ വിഷയം 2 ചെറുപ്പക്കാർ കമാൻഡ് അടിച്ചതാ.
അപ്പൊ എന്താ, ഇവൾക്ക് മലപ്പുറത്തെ തറവാട്ടിൽ പറഞ്ഞ അഖ്ലാഖും ദീനിയാത്തും ഓതി ഞങ്ങളൊരു കുട്ടിക്ക് ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ടൊന്ന് സ്വച്ഛന്തമായി ഏത് നട്ടപ്പാതിരിക്കും അന്യന്റെ കൂടെ ബൈക്കുമ്പോൾ പോകാൻ നിങ്ങളെ ലൈസൻസ് വേണ്ടാതാണ് ഇവരടക്കം നമ്മളോട് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, ആരെങ്കിലും പ്രതികരിച്ചോ? എന്നാൽ ഈ രണ്ട് യുവാക്കളും പോലീസ് സ്റ്റേഷനിൽ പോയി. അവർ ജയിലിലായി, അവർ സെല്ലിലായി. ജാമ്യം കിട്ടാൻ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വന്നു. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടാത്തതിന്റെ പേരിൽ അവിടുത്തെ ASIക്ക് സസ്പെൻഷൻ വാങ്ങേണ്ടി വന്നു. ഈ കുട്ടിയുടെ കാര്യം ആരെങ്കിലും ചർച്ച ചെയ്തു? ഇനി ഞാൻ പറയട്ടെ, ഡൽഹിയിൽ ഒരു 23 വയസ്സുകാരി പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി ഈ മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയത്. എന്തിന്റെ പേരിൽ? മൻമോഹൻ സിംഗും അടൽ ബിഹാരി വാജ്പേയിയും ജൻപത് 10 സോണിയാജിയും അതുപോലെ തന്നെ പ്രണബ് കുമാർ മുഖർജിയും AICC വൈസ് പ്രസിഡന്റ് രാഹുൽജിയും ഒക്കെ അന്തിയിറങ്ങുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഇന്ദ്രപ്രസ്ഥം ഡൽഹി, സാക്ഷാൽ ഡൽഹിയുടെ മടിത്തട്ടിൽ വെച്ചാണല്ലോ നട്ടപ്പാതിരക്ക് 23 വാരിയായിരിക്കുന്ന ഉത്തർപ്രദേശിലെ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടമാനഭംഗത്തിന് ഇരയായിട്ട് മരിച്ചുപോയത് അല്ലേ? സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ കടന്നു വരുന്നത് ആ കുട്ടിയുടെ ഡെഡ് ബോഡിയാ. ഇവിടെ ഭയങ്കര പൊല്ലപ്പായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികള്, സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാര്, ക്ലബ്ബ് മെമ്പേഴ്സ് എല്ലാരും വന്നിട്ട് പറഞ്ഞു ഇവരെ മുഴുവൻ തൂക്കിക്കൊല്ലണം, കല്ലെറിഞ്ഞു കൊല്ലണം. ചില ആളുകൾ പറഞ്ഞു ഈ പ്രതികളെ, രാം സിംഗ് അടക്കമുള്ള പ്രതികളെ അംഗവിച്ഛേദനം നടത്തണം, അവരെ കൈയും കാലും ഛേദിച്ചിട്ട് അവരെ ജീവിക്കണം, എന്നിട്ട് കാണുന്നവർ പാഠം പഠിക്കട്ടെ. ചിലർ പറഞ്ഞു അവരെ ഷണ്ഡീകരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈംഗിക ശേഷി എടുത്തു കളയണം, എന്നിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കണം, ഒരു ശിക്ഷയായി അവർ ജീവിക്കട്ടെ. വിവിധ അഭിപ്രായങ്ങൾ കടന്നു വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും പത്രക്കാരൻ ചലിപ്പിച്ചോ, തന്റെ പേനയുന്തിയോ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യത്തെ പറ്റി? ഇല്ല, ആരും പറഞ്ഞില്ല. ഈ പെൺകുട്ടി എങ്ങനെയാ പീഡിപ്പിക്കപ്പെട്ടത്? അവള് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നത് ഹോസ്റ്റലിലാണ്. 8:30 മണിക്ക് ആ ഹോസ്റ്റലിന്റെ ഗേറ്റ് അടക്കും. ഏറ്റവും വലിയ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഹോസ്റ്റലാണത്. 8:30 മണിക്ക് ഹോസ്റ്റലിന്റെ ഗേറ്റ് അടക്കും. 11 മണിക്കാണ് ഇവരുടെ കാമുകൻ ഹോസ്റ്റലിന്റെ ഗേറ്റിന്റെ ഔട്ട്സൈഡിൽ വരുന്നത്. ആ 11 മണിക്കാണ് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞു? 8:30 മണിക്ക് ഗേറ്റ് അടക്കുന്ന ഹോസ്റ്റലിൽ നിന്ന്. എന്നിട്ട് ഇവളുടെ കാമുകന്റെ കയ്യും പിടിച്ചിട്ട് മരിച്ച കുട്ടിയായതുകൊണ്ട് ഞാൻ രൂക്ഷമായി പറയുന്നില്ല, എന്നാലും സാഹചര്യം വിവരിക്കാൻ വേണ്ടി പറയാൻ. ഞാൻ ആ കുട്ടിയെ പ്രതി ചേർക്കുന്നല്ല, സാഹചര്യത്തെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടി നേരെ ബാറിലേക്കാണ് കടന്നുപോയത് തന്റെ കാമുകന്റെ കൂടെ. ഡൽഹിയിലെ ഒരു നിശാ ക്ലബിന്റെ അരുപറ്റി പ്രവർത്തിക്കുന്ന നൈറ്റ് ബാറിൽ പോയിട്ട് രണ്ടാളും മൂക്കറ്റം കുടിച്ച് പൂസായിട്ടുണ്ട്. ലക്ക് കെട്ടിട്ടാണ് അവർ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തെ നടുറൂട്ടിലൂടെ കടന്നുപോയത്. കാലിയടിച്ചു വരുന്ന വണ്ടിക്ക് കൈകാട്ടുന്നത്. പാലം ഭാഗത്തേക്ക് നിങ്ങളെ വണ്ടി പോകുമെന്ന് ചോദിച്ചത്. ആ വണ്ടിയിലുണ്ടായിരുന്ന 5 പേര് പറഞ്ഞു അതേ പാലം ഭാഗത്തേക്ക് ഞങ്ങൾ പോകും എന്ന്. സൺഗ്ലാസ് ഫിലിമൊട്ടിച്ച് പുറത്തേക്ക് ഒരു ഓരും ശല്യവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രകടമായ കാഴ്ചകളും സംഭവിക്കാനിടയില്ലാത്ത ബസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയെ, തന്റെ സുഹൃത്തിനെ, കാമുകനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് ആക്രമിച്ച്, മാരകായുധങ്ങളെ കൊണ്ട് ആക്രമിച്ച് ബോധരഹിതനാക്കിയതിന്റെ ശേഷമല്ലേ പെൺകുട്ടിക്കെതിരെയുള്ള ഈ കൃത്യനിർവഹണം നടന്നത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയോ? ഇല്ല. അതാണ് നമ്മുടെ രാജ്യം. ഇവിടെ അന്തസ്സോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. സൗദി അറേബ്യയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡനത്തിന്റെ കേസ് വരാണെങ്കിൽ രണ്ടാളും കൂട്ടില്ല. നമ്മളെ നാട്ടിൽ വരുന്നതോ 5 കൊല്ലം കൂടെ നിന്നാണ്ട് ചീറ്റ് ചെയ്തു, എന്റെ മാന്യം കൊണ്ടുപോയി. ഇപ്പൊ അമ്പറിനോട് പരാതി കൊടുക്കുക, കേസ് സ്റ്റേഷനിൽ പോയാണ്ട്. 5 കൊല്ലം കൂടെ നിന്നപ്പോ എവിടെ ഇനി അത് ചോദിക്കാൻ ആളുണ്ടായോ? 5 കൊല്ലം കൂടെ നിന്നിട്ട് അഭിഹിത ബന്ധത്തിന് വേണ്ടി നിന്റെ ശരീരസമ്മതത്തെ നടത്തിയതിന്റെ ശേഷം അന്നൊന്നും നാട്ടുകാരിനെ എതിർത്തപ്പോൾ നീ പറഞ്ഞു എന്റെ കാമുകന കൈവെക്കാൻ പാടില്ല പറഞ്ഞില്ലേ? ഒക്കെ കഴിഞ്ഞ് സ്വർണവുമായി മുങ്ങിയപ്പം കേസ് കൊടുക്കാൻ പോയ സഹോദരിക്ക് ഒരുവിധ പെറ്റീഷനും ഇല്ല. അവൻ 1-ാം പ്രതി, ഇവൾ നിരപരാധി. നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥിതി അത്. ഞാൻ പെണ്ണിനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല, ഈ സാഹചര്യത്തെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ആ സ്ത്രീയുടെ കൂടെ ആരുമില്ല. ആ സ്ത്രീയുടെ ശരീരത്തിന്റെ പ്രകൃതി, ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ പറഞ്ഞു, അവള് നല്ല കാണാൻ കൊള്ളാവുന്ന അട്രാക്റ്റീവ് ആയിരിക്കുന്ന നല്ല അട്രാക്ഷനുള്ള ഡ്രസ്സാണ് ധരിച്ചത്. ഈ ഡ്രസ്സ് ധരിച്ചിട്ട് രാത്രി 8:30 മണിക്ക് കള്ളുകുടിയന്മാരൊക്കെ അങ്ങനെ ഊരി ചുറ്റുന്ന ആ സാഹചര്യത്തിൽ നടുറോട്ടിൽ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ വന്നിട്ട് പറഞ്ഞു, കാണാൻ കൊള്ളാവുന്ന വേഷമൊക്കെ ധരിച്ചിട്ട് രക്തത്തിൽ പറഞ്ഞ ബന്ധുക്കൾ ആരും ഇല്ലാതെ നീ ഒരുത്തി മാത്രം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് പലതും കേൾക്കേണ്ടി വരുട്ടോ. അദ്ദേഹം ന്യായമായി പറഞ്ഞു,
അടുത്തുണ്ടായിരുന്ന ട്രാഫിക് ഹൈവേ പോലീസിനെ ഈ പെണ്ണ് വിളിച്ചിട്ട് കേസ് കൊടുത്തു. ഇയാളെ ഫോട്ടോ സഹിതം 1-ാം പ്രതി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മനോരമ പത്രത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഞാനങ്ങനെ ആലോചിച്ചു. കഴിഞ്ഞ വനിതാ ദിനത്തിലാണ്, മാതൃദിനത്തിൽ ഞാൻ ആലോചിച്ചു നോക്കാൻ ഈ സഹോദരി പരാതി കൊടുക്കാൻ. അപ്പോ ഈ സാഹചര്യത്തിൽ പെണ്ണെന്താ ഇസ്ലാം പറഞ്ഞു? ഇസ്ലാം ഒരു പെണ്ണിന് ഒരു ഔറത്തല്ല കൊടുത്തത്, 4 ഔറത്താ കൊടുത്തത്. കണിശമായി നമ്മൾ ചിന്തിക്കണം. ഒരു പെണ്ണിന് മതം കൊടുത്തത് 4 ഔറത്താണ്. പെണ്ണെ, നീ അല്ലാഹുവിന്റെ അടുക്കലാണ്, നീ നിന്റെ ഭർത്താവിന്റെ അടുക്കലാണെങ്കിൽ അവിടെ നിനക്ക് ഔറത്തില്ല. നീ അവളുടെ വിരിപ്പ, അവൾ നിന്റെ വിരിപ്പാണ്, നീ അവരുടെയും വിരിപ്പാണ്. അങ്ങനെയുണ്ട് ഒരു പദപ്രയോഗം. ഭർത്താവിനെ പറ്റി ഇസ്ലാം പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഉന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലകുന്ന, വസ്ത്രപ്രയോഗം. ഭാര്യയെയും ഭർത്താവിനെയും ഉദ്ധരിച്ചിട്ട് ഇസ്ലാം നടത്തുന്നത് വസ്ത്രപ്രയോഗമാണ്. എന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്രണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്രണങ്ങളെ പുറത്തേക്ക് പ്രകടമാക്കാതെ സൂക്ഷിക്കും, നമ്മുടെ വേദനകളെ കടിച്ചിറക്കാൻ നമ്മളെ സഹായിക്കുന്നതും, നമ്മുടെ വ്രണത്തിന്റെ വൈരൂപ്യം പുറത്തെ ആളുകളെ കാട്ടാതെ പരിവേഷം, മാന്യതയുടെ പരിവേഷം നമുക്ക് നൽകുന്നതും നമ്മുടെ വസ്ത്രമാണ്. അതേ റോള് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ പെണ്ണെ, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിനക്ക് ഔറത്തേ ഇല്ല. നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളും അനുവദനീയമായ സ്ഥലങ്ങളിൽ നിനക്ക് പ്രദർശിപ്പിക്കാം ഭർത്താവിന്റെ മുമ്പിൽ എന്ന് മതം പറയുമ്പോൾ, ഭർത്താവിന്റെ മുമ്പിൽ ഔറത്താണ് ഇസ്ലാം ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അവിടെ നിനക്ക് ശരീരത്തെ മറക്കേണ്ട ആ സാഹചര്യമേ ഇല്ല. രണ്ടാമതായി അതേ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ 2ാമത്തെ ഔറത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ മഹ്റമിന്റെ മുമ്പിലാണ്. മഹ്റം രക്തബന്ധമുള്ള ആളുകൾ, ലൈക്ക് ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, പാപ്പ, അമ്മ, ആങ്ങള, ജ്യേഷ്ഠാഞ്ചന്മാര്, സഹോദരിമാര്, ഇവരെ മുമ്പിൽ പെണ്ണിന്റെ ഔറത്ത് ഇസ്ലാം പഠിപ്പിച്ചു. മുട്ടുപൊക്കിളിന്റെ ഇടയിലാണ് ഇവരെ മുമ്പിൽ നിന്റെ ഔറത്ത്. 3ാമതായി പെണ്ണിനെ കൊണ്ടുവന്നിട്ട് മതം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ മുന്നിടുമ്പോഴാണ്, അല്ലാഹുവിനെ അഭിമുഖീകരിക്കുമ്പോഴാണ്. നിന്റെ മുമ്പിലേക്ക് നീ കടന്നു വരുമ്പോൾ നിന്റെ മുഖവും മുങ്കയും അല്ലാത്തത് മുഴുവൻ ഔറത്താണ്. മുഖവും മുങ്കയും നിനക്ക് പ്രദർശിപ്പിക്കാം നിന്റെ നാഥന്റെ മുമ്പിൽ നിസ്കാരത്തിൽ എന്ന്. 4ാമത്തെയും അവസാനത്തെയും ഔറത്തായി പെണ്ണിനെ ഇസ്ലാം പഠിപ്പിച്ചത് നീ മുഴുവൻ ഔറത്താണെന്ന. അത് അന്യന്റെ അജ്നബിയുടെ മുമ്പിലാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹറമല്ലാത്ത ആൾക്കാരൊക്കെ അജ്നബി തന്നെയാണ്. നമ്മളൊന്ന് ആലോചിക്കണം, അന്യപുരുഷൻ എന്ന് പദപ്രയോഗത്തിന്റെ പദപരിധിയുടെ ഉള്ളിൽ ആരൊക്കെ വരുമോ അവന്റെ മുമ്പിൽ നിന്റെ ഔറത്ത് നീ മുഴുവനാണ്. ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞതിലൂടെ വലിയ സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴാണ് പെണ്ണിന്റെ ഔറത്ത് ഭർത്താവിനും ഭർത്താവിന്റെ ഔറത്ത് പെണ്ണിനും സ്വാതന്ത്ര്യമായത്. എന്നാൽ ബാക്കിയുള്ളവനൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അജ്നബിയാണ്. ഈ അറ്റ്മോസ്ഫിയർ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ പറയാ, പിന്നെ റോസ് പൗഡറും നമ്മുടെ ശരീരത്തിന്റെ മുഖം മിനുക്കലും നമ്മുടെ ബ്യൂട്ടി പിന്നെ വർക്കിങ്ങും എല്ലാം സ്വന്തം ഭർത്താവിന് വേണ്ടിയാവണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ ധരിക്കുക, അല്ലെങ്കിൽ ഇത്തരം അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഡ്രസ്സ് ധരിക്കുക എന്നത് നമ്മളോട് ചെയ്യുന്ന അനീതി, മതത്തോട് ചെയ്യുന്ന അനീതി, പിന്നെ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന അനീതി. നമ്മൾ ധരിച്ചിന്റെ ഡ്രസ്സിന്റെ പേരിലാണ്, നമ്മൾ അനുവദനീയമല്ലാത്ത രീതിയിൽ പുറത്തിറങ്ങിയതിന്റെ പേരിലാണ്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലാണ് നമുക്ക് പീഡനം ഏറ്റത് എങ്കിൽ അതിന്റെ എന്നത്തെയും 1-ാം പ്രതി നമ്മളാ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളാ. ഈ സാഹചര്യങ്ങളൊക്കെ കഴിച്ചിട്ടും ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ അവിടെ പുരുഷനാണ് 1-ാം പ്രതി. അതാ ഇസ്ലാം പഠിപ്പിച്ചത്. മദീനയുടെ മണ്ണിലൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒട്ടക കട്ടിലിൽ കൊണ്ടുപോയി കർട്ടനിട്ടിട്ട്, ആയിഷ ബീവി നല്ല പർദ്ദയും ഹിജാബും ജിൽബാബും ഒക്കെ ഇട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മെല്ലെയാണ് വണ്ടി ഓടിക്കുന്നത്, വളരെ സാവകാശത്തിലാണ്. ഒട്ടകക്കട്ടിൽ പോകുന്നത്, ഒട്ടകം പോകുന്നത് മെല്ലെയാണ്, പതുക്കെയാണ്, സാവകാശത്തിലാണ്, അവധാനതയോടുകൂടെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹാബ ചോദിച്ചു, എന്ത് പറ്റി നബിയെ? അങ്ങ് ഒട്ടകക്കട്ടിൽ ചലിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു സാവകാശം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തിന്റെ ഡ്രൈവറാണെങ്കിൽ, ഇതിനെ നിയന്ത്രിക്കുന്ന ആളാണെങ്കിൽ, ഈ ഒട്ടകക്കട്ടിലിന്റെ കർട്ടനിട്ട് മറക്കപ്പെട്ട സ്പേസിന്റെ ഉള്ളിൽ ഒരു രത്നം ഇരിക്കുന്നുണ്ട്. അതാണ് ആയിഷ, അതാണ് ആയിഷ സിദ്ദീഖ. ആയിഷ രത്നമാണ്, മരതകമാണ്, മാണിക്യമാണ്, ഗോമേതകമാണ്, വജ്രമാണ്, വൈഡൂര്യമാണ്, ഇന്ദ്രനീലമാണ്. ആയിഷ രത്നമാണ്, സ്ത്രീത്വം രത്നമാണ്. ആ സ്ത്രീത്വത്തെ ബഹുമാനിക്കാനാണ് മദീനയുടെ വരിപ്പറമ്പിലൂടെ ഒട്ടകക്കട്ടിലിൽ കൊണ്ടുപോകുമ്പോ
പെണ്ണാണ് ഈ ഒട്ടകക്കട്ടിലിൽ ഇരിക്കുന്നത്, അത് പളുങ്കാണ്, ഉടഞ്ഞു പോവാൻ പാടില്ല. പടുങ്ക് ഉടക്കലാണ് പടുങ്കിന്, ഉടക്കലല്ല നമ്മുടെ ഉത്തരവാദിത്വം. ആ പളുങ്കിന്റെ ഭംഗിയെ ലോകത്തെ ബോധ്യപ്പെടുത്തലാണ്. അദ്ദുന്യാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവൻ ഒരു ചരക്കാൻ. വഖൈറു മതാഇഹാ, ദുനിയാവിന്റെ ചരക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു അൽ മർഅത്തു സാലിഹ, അത് ഉത്തമയായ പെണ്ണാണെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് അത്തരം കാര്യമാണ്. പിന്നെ എങ്ങനെ ഈ ബന്ധനങ്ങളായി? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പിന്നെ എങ്ങനെ ബന്ധനങ്ങളായി? കുറ്റിപ്പുറം തവനൂര് ഭാഗത്ത് വിനീതനായ ഞാനൊരു വഅദ് പരിപാടിക്ക് വേണ്ടി കടന്നുപോയി. അന്നേ ദിവസം നമ്മുടെ സംഘാടകർ ഭക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്ത വീടിന്റെ കഥയാണ് ഞാൻ ഓർത്തുപോകുന്നത്. വീട്ടിൽ പോയപ്പോ മാതാവിന്റെ നിർബന്ധപ്രകാരമാണ്, ആ വീട്ടിലെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഇന്ന് വാലിന് വരുന്ന ഉസ്താദിന് ഇവിടെ ഭക്ഷണം വേണമെന്ന വീട്ടിലെ പാവപ്പെട്ട മാതാവ് പറഞ്ഞതിന്റെ നിർബന്ധത്തിന്റെ പേരിലാണ് സംഘാടകർ ആ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത്. ഞാൻ ഓർത്തുപോവുകയാണ്. വീട്ടിലെത്തി അവിടുത്തെ മാതാവ് പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഉമ്മ, എന്താണ് ഇങ്ങനെ കരയാൻ കാരണം? സംഘാടകരുടെ മുഖത്തു നിന്ന് വിശദീകരണം കിട്ടുകയാണ്. ഈ മാതാവിന്റെ മോളെപ്പറ്റി കഴിഞ്ഞ ആഴ്ച പത്രത്തിലൊരു റിപ്പോർട്ട് വന്നിരുന്നു, പൂജാരിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ആലോചിക്കണം നമ്മള്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ആ പത്രത്തിലെ റിപ്പോർട്ട്. 1.5 കൊല്ലം കുറ്റിപ്പുറം തവനൂരിലെ ഒരു സഹോദരി 6 വയസ്സായ പെൺകുട്ടിയെ വീട്ടിലിട്ടേച്ച്, അഥവാ സ്വന്തം ഉമ്മാന്റെ അടുത്ത് ഇട്ടേച്ച്, തന്റെ 2 തോട്ടങ്ങൾക്കപ്പുറത്തുള്ള കുടുംബക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന കോട്ടയക്കാരനായ 32 വയസ്സുള്ള പൂജാരി, ആ പൂജാരിയുടെ കൂടെയാണ് ഈ ഉമ്മാന്റെ മോൾ ഒളിച്ചോടിപ്പോയത്. അതിന്റെ 7ാമത്തെ ദിവസമാണ് വിനീതനായി ഞാൻ ആ വീട്ടിൽ വരുന്നത്. ആ മാതാവിന്റെ വിഷമത്തിനൊരു സമാധാനം കിട്ടാനാണെന്ന് ഭക്ഷണം ഒരുക്കിയത് ആ വീട്ടിൽ. എന്നിട്ട് പറഞ്ഞു, ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. ഞങ്ങൾ ചോദിച്ചു, സംഘാടകരൊപ്പം ചോദിച്ചു, ഈ മോളെ കാണിച്ചു തന്നപ്പോ ഞങ്ങളെ കണ്ണ് നിറഞ്ഞുപോയി. 6 വയസ്സായ മിടുക്കിയായ, കണ്ണിൽ തന്നെ ഓമനത്വത്തിന്റെ പ്രസരിപ്പുള്ള പെൺകുട്ടി. ആ വീട്ടിലെ അനാഥയെ പോലെ, യതീമിനെ പോലെ മാതാവ് ഉണ്ടായിട്ടും യതീമിനെ പോലെ കഴിയാൻ നിന്റെ ഉമ്മ എവിടെ പോയി എന്ന് കുട്ടിയോട് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ഇവള് കുട്ടിയെ അന്വേഷിച്ച് എപ്പോഴാണ് ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയാണ്, 3 ദിവസം കഴിഞ്ഞപ്പോ കോട്ടയത്ത് നിന്ന് അവരുടെ ഫോണ് വന്നു, ഇമ്മ എന്റെ കുട്ടി അവിടെ അല്ലേ? 3 ദിവസം കഴിഞ്ഞപ്പോ ഒളിച്ചോടിപ്പോയവളെ, എന്റെ കുട്ടി അവിടെ അല്ലേ എന്ന് ചോദിക്കണെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോ ആറ്റ് നോറ്റുണ്ടായി. 6 കൊല്ലം പോറ്റിയ പൈതലിനെ പറ്റി തള്ളക്ക് ബോധം വന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ആലോചിക്കണം, ഇന്നെവിടെ ഓള്? ഇന്നവളെ വേഷന്ത്, ഇന്നവരുടെ നെറ്റിത്തടത്തിലെ സിന്ദൂരം ആര് കൊടുത്തു? ഞാൻ പറയാ, ഇവിടെ നിർബന്ധ മതപരിവർത്തനത്തെയോ നിർബന്ധ മറ്റേതെങ്കിലും മൂല്യങ്ങളെയോ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഒരാള് മറ്റൊരു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തിനാണ്? ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ വളാഞ്ചേരി പള്ളിയിൽ, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഇങ്ങനെ ഒരു ദിവസം നമ്മളെ കുട്ടികൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അഭിലാഷ് എന്ന് പറയുന്ന ആ പള്ളിയുടെ തൊട്ടപ്പുറത്തൊരു മഹലുണ്ട്, കോട്ടപ്പുറം മഹൽ. അവിടെ പോയാൽ നമുക്കറിയാം. അവിടുന്ന് അഭിലാഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് പള്ളിന്റെ നേരെ ഔട്ട് സൈഡിൽ അവനുണ്ട്. അവന്റെ നമ്പർ എവിടുന്ന് കളക്ട് ചെയ്താണ്ട് എന്റെ നമ്പറിൽ വിളിച്ചു. അഭിലാഷാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാനിപ്പം തൊട്ടപ്പുറത്ത് അടുത്ത സ്റ്റോപ്പിലെ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്, എനിക്ക് നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഭിലാഷിന്റെ വഖൂഫായ പള്ളിയുടെ സ്ഥലമാണ്, നമുക്ക് ഇൻഷാ അല്ലാഹ് വഖഫ് ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞു. പള്ളിയുടെ വഖഫ് അല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ മാറി നിന്നു. അവിടേക്ക് ആ സഹോദരൻ കടന്നു വന്നു. ആ സഹോദരൻ പറയാ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 4 മുസ്ലിം സുഹൃത്തുക്കളെ ജീവിതം എന്നെ അട്രാക്ട് ചെയ്തിരിക്കുന്നു. കൂലിപ്പണിക്കാരാണ്. അവർ രാവിലെ വരും, പക്ഷെ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ജോലി തുടങ്ങുള്ളൂ പറഞ്ഞു. എന്നിട്ട് ദുഹറിന്റെ സമയമായാലും അസറിന്റെ സമയമായാലും ഇവര് കൈ കഴുകിയിട്ട്, അവര് ചളി പുരണ്ട അവരുടെ ജോലിയിൽ മുഴുകിപ്പോയ കൈയും ശരീരവും ഒക്കെ കഴുകിയിട്ട് ബോസിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ബ്രേക്ക് തരണം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പൊ അഭിലാഷ് പറയാം, ഞാൻ ഇവരെങ്ങനെ പഠിച്ചപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം, സർപ്രൈസ്. കാരണം നിസ്കരിക്കാനൊക്കെ ബോസിന്റെ അടുത്ത് പോയിട്ട് നിർബന്ധപൂർവം മനസ്സ് കുഞ്ഞിട്ടൊന്ന് ഒരു ബ്രേക്ക് ചോദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ആവേശം, ഞാൻ പരലോകത്തിന്റെ മനോഭാവമാണ്, പരലോകത്തോടുള്ള വിശ്വാസമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ എന്ന് ആ പല ചെറുപ്പക്കാരും പറയാറുണ്ടായിരുന്നു. ആ നിസ്കാരത്തോടുള്ള അവരുടെ ഒരു അപ്രോച്ച്മെന്റ്, ആഭിമുഖ്യം എന്നെ വല്ലാതെ
അവരിലേക്ക് ആകർഷിച്ചു. പിന്നെ അവരുടെ സ്വഭാവം, എന്ത് കാര്യം പറയുമ്പോഴേ ഇൻഷാ അല്ലാ, ഒരു മാഷാ അല്ലാ. ഞാൻ അവരോട് ചോദിക്കും, അഭിലാഷ് പറയാം, ഞാൻ എന്റെ മുസ്ലിം ഫ്രണ്ട്സിനോട് ചോദിക്കും, എന്താ ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറയും, ഒക്കെ ദൈവം വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ അവരുടെ ദൈവവിശ്വാസം എനിക്ക് അവിടെയും ബോധ്യപ്പെട്ടു. എന്നിങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് അഭിലാഷ് ലാസ്റ്റ് പറഞ്ഞാൽ തരും, അതെന്റെ ജീവിതത്തിന്റെ കോരിത്തെരിപ്പുണ്ടായ മുഹൂർത്തമായിരുന്നു, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. അഭിലാഷ് പറഞ്ഞു, അവരുടെ പാതയിൽ എനിക്കും വരണം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ എനിക്ക് മുസ്ലിം ആവണം. ഇന്ന് അഭിലാഷ് മുസ്ലിമാണ്. ഞാൻ ഈ പറയുന്ന നിമിഷം എന്റെ മഹല്ലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള 25 വയസ്സുകാരനായിരിക്കുന്ന അഭിലാഷ് മുസ്ലിമാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം. അഭിലാഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അഭിലാഷ്, നമ്മൾ ആരെയും പ്രസ് ചെയ്തതിന്റെ പേരിലാണെങ്കിൽ അഭിലാഷ് ആ കാര്യം ഒന്നും കൂടി ചിന്തിക്കണം. അപ്പൊ അഭിലാഷ് പറഞ്ഞു, ദിസ് ഈസ് മൈ ഓൺ ഒപ്പീനിയൻ, ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോഴും നമ്മൾ സംസാരിച്ചു, ഇത് വർഗീയമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്ന കാലാണ്. അതുകൊണ്ട് തന്നെ ഐ ആം വർക്കിംഗ് ആസ് എ ഖതീബ് ഓഫ് എ ജുമാ മസ്ജിദ്. അപ്പൊ അതിന്റെ പേരിൽ ആരാണ് ഇതിന്റെ ചേതോവികാരം, ആരെയാ സമീപിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേരെങ്ങാനും ഉയർന്നു വന്നാൽ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ദീനി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പേര് ഉയർന്നു വന്നാൽ വർഗീയമായ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സഹോദര മതസ്ഥരായിരിക്കുന്ന ആളുകളെ കൂടി നമ്മൾ പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോഴും അഭിലാഷ് പറയാ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇത് എന്റെ തീരുമാനമാണ്. ആ സഹോദരൻ വീണ്ടും തന്റെ ഗഡ്സ് പ്രയോഗിക്കാൻ, ആ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വരിക നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തന്റെ അച്ഛനമ്മമാരുടെ മുഴുവൻ സപ്പോർട്ടുണ്ട്. അഭിലാഷ് അവൻ പഠിച്ചു, അവൻ ചിന്തിച്ചു, അവന്റേതായ മാർഗം സ്വീകരിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആലോചിച്ചു പോവുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വഴിയമ്പലമാണിത്, വഴിയമ്പലം. ഈ വഴിയമ്പലം എന്ന് പറയുന്ന സ്ഥലം ശരിയാകുമ്പോഴാണ് അല്ലാഹു ഹിദായത്ത് നൽകുന്നത്. അഭിലാഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിച്ചത് മുശ്രിക്കായിട്ടാണ്. അവൻ പിറന്നതും മുശ്രിക്കിന്റെ മോനായിട്ടാണ്. സത്യനിഷേധിയായിട്ട് ജീവിച്ചു, സത്യനിഷേധിയുടെ മകനായിട്ട് ജനിച്ചു, സത്യനിഷേധിയായിട്ട് തന്നെ വളർന്നു, ഒരുപാട് കാലം ജീവിച്ചു. പക്ഷെ അവൻ എങ്ങനെയാണ് ഹിദായത്ത് കിട്ടിയത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെ സന്മാർഗത്തിലേക്ക് കടന്നു വന്നു, അതാണ് അത്ഭുതം, അതാണ് അത്ഭുതം. അല്ലാഹു ആരെങ്കിലും ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ പഴപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ ആരെങ്കിലും അല്ലാഹു ലലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവരെ ഹിദായത്തിലാക്കാൻ 7 ജന്മം ജനിച്ചിട്ടും കാര്യമില്ല. ആരായിരുന്നു ബൽആം ഇബ്നു ബഊറ? ആരായിരുന്നു? അർശ് നോക്കിയിട്ട് കാര്യം പ്രവചിച്ച മനുഷ്യനാണ്. അർശ് നോക്കിയിട്ട് കാര്യം പഠിപ്പിച്ച മനുഷ്യനാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാമാലായ റാഹുന്നാദിറൂന. ആരിഫീങ്ങൾ അവരുടെ കണ്ണുകൊണ്ടാണ് നോക്കാറുള്ളത്, അത് ഹൃദയത്തിന്റെ കണ്ണാണ്. നമ്മൾ സംസാരിക്കുന്നത് മമ്പുറത്തെ തങ്ങളിപ്പാപ്പാന്റെ വെളിപ്പാടകനെ വെച്ചാണ്. മമ്പുറത്തെ തങ്ങളിപ്പാപ്പ എങ്ങനെയാണ് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ അൽഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? തങ്ങളിപ്പാപ്പാന്റെ ഹൃദയത്തിലുള്ള കണ്ണുകൊണ്ട് നോക്കിയപ്പോ മനസ്സിലായി, കടലിന്റെ അടിത്തട്ടിൽ മത്സ്യത്തൊഴിലാളികൾ കരകേതെന്നറിയാതെ കടലേതെന്നറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് കടപ്പുറത്തെ തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടണം എന്ന് തങ്ങളിപ്പാപ്പ പറഞ്ഞത്, അല്ലെങ്കിൽ അത് കണ്ടത് കൽബിന്റെ കണ്ണുകൊണ്ടാണ്. ഇങ്ങനെ കറാമത്തിന്റെ ഹൃദയ കണ്ണുകൊണ്ട് അരശിലേക്ക് നോക്കിയിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഇന്ന സംഭവം വരാണ്ട്. ചില ഗ്രാമനിവാസികൾ തന്റെ അടുക്കൽ വരുമ്പോ ബൽആം ഇബ്നു ബഊറ പറയും, നിങ്ങളെ നാട്ടിൽ 2 ദിവസം കഴിഞ്ഞാൽ ഒരു പ്രകൃതി ദുരന്തം വരാണ്ട്, എല്ലാവരും മാറി താമസിക്കണം. എല്ലാവരും മാറി താമസിക്കുന്നു. അവസാന മനുഷ്യന്റെ കാൽപാദം ആ നാടിന്റെ ബോർഡറിൽ നിന്ന് മറയുമ്പോഴേക്ക് അവിടെ ഭീമാകാരമായ ഭൂകമ്പം വരുന്നു. അവരുടെ വീടിന്റെ അവശിഷ്ടങ്ങളെല്ലാം നശിച്ചു പോകുന്നു, ആളുകൾ രക്ഷപ്പെടുന്നു. ഇങ്ങനെ അത്ഭുതം കാട്ടിയ മനുഷ്യൻ ബൽആം ഇബ്നു ബഊറ. ജനിച്ചത് ഹിദായത്തിൽ, ജീവിച്ചത് ഹിദായത്തിൽ, വളർന്നതും ഹിദായത്തിന്റെ വക്താവായിട്ട്. അങ്ങനെ ആലിമീങ്ങളുടെ പദവി പിടിച്ചു പറ്റി. പക്ഷേ തന്റെ ഹൃദയം, തന്റെ കിബർ തന്നെ നശിപ്പിച്ചു. അവസാനം ആ മനുഷ്യന്റെ അന്ത്യം അല്ലാഹു എങ്ങനെയാ പറഞ്ഞത്? കഅന്നമാ യൽഹഖുൽ ഖൽബു ഫിത്തുറാബ്. നായ മണ്ണ് കപ്പും പോലെ മണ്ണ് കപ്പിയിട്ടാണ് അവൻ ചത്തുപോയത് എന്ന പ്രയോഗം ഖുർആൻ നടത്തേണ്ടി വന്നു. അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കണം. എന്റെ സഹോദരിമാര് വിശേഷിച്ചാൽ നമ്മളൊക്കെ ഗൗരവതരമായി ചിന്തിക്കണം. ഈമാൻ ഒറ്റ നിമിഷം കൊണ്ട് ഫസാദായി പോകുന്ന സാധനം ഈ റിദ്ദത്ത് എന്ന് പറയുന്ന സാധനം. റിദ്ദത്ത്, ഇസ്ലാമെന്ന് പുറത്തു പോകാം, മുർത്തദ്ദാകാം എന്ന് പറയുന്ന സാധനം ചിന്ത കൊണ്ടുണ്ടാകാം, വാക്ക് കൊണ്ടുണ്ടാകാം, പ്രവൃത്തി കൊണ്ടുണ്ടാകാം, വേഷം കൊണ്ടുണ്ടാകാം, ഒക്കെ ഉണ്ടാവും. നമ്മളെ ക്രിസ്മസ് ഡേ വരുന്ന സമയത്ത്
പല മുസ്ലിം വീടുകളിലും ക്രിസ്മസ് നക്ഷത്രം കടന്നു വരാറുണ്ട്. വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സെക്യുലറായിട്ട് ഉള്ള കാര്യങ്ങളെ കടക്കൽ കത്തിവെച്ചിട്ടുള്ളൊരു സംസാരം നടത്തുകയാണെന്ന് ആരും എന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മളെ സഹോദരനായിരിക്കുന്ന അയൽവാസി ഒരു ക്രൈസ്തവനാണെങ്കിൽ അവനെ തന്റെ വീട്ടിന്റെ മുമ്പിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാനുള്ള സകല സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ തൂക്കുന്നില്ലേ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കുകയും ചെയ്യാം, നോ പ്രോബ്ലം. അത് അവന്റെ മതത്തിന്റെ കാര്യമാണ്. അവന്റെ മതത്തിന്റെ കാര്യത്തിൽ നമ്മളെ മതത്തിൽ നിന്നിട്ട് നമ്മളൊരു അഭിപ്രായം ചോദിക്കാന്നേ ഉള്ളൂ. അതിന്റെ അരിപറ്റിയിട്ട് അതിനോട് കൊട പിടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ പുറത്ത് കൊടുന്നുണ്ട് ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നതിലെ മതകീയമായ മാനം പല മുസ്ലിമും മലപ്പുറത്ത് പോലും ചിന്തിക്കുന്നില്ല. നമ്മൾ എത്ര വീടുകളിലാണ് ക്രിസ്മസ് ഡേ വരുന്ന സമയത്ത് നക്ഷത്രം തൂകാറുള്ളത്? നാം പറയാം യുദ്ധത്തിന്റെ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതും ആ പദപരിധിയുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിശ്വാസപ്രകാരം ജ്യോത്സ്യനെ സമീപിക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാകില്ല. ആ മതക്കാർ പോവട്ടെ, അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി നമ്മുടെ പർദ്ദയിട്ട ഉമ്മ പോയിട്ട് ജ്യോത്സ്യന്റെ മുമ്പിൽ പോയിട്ട് തന്റെ കുഞ്ഞിനെ ഇരുത്തിവന്റെ നാളേതാണെന്ന് ചോദിക്കുന്ന സ്ഥിതി മലപ്പുറത്തുണ്ടായില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സഹാബ വന്നിട്ട് ഒരുപാട് കാലമായി മഴ പെയ്തിട്ട് മദീനയുടെ മരുപ്പറമ്പിൽ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഘോരമായി പേമാരി പെയ്തപ്പോ സഹാബ പുണ്യ റസൂലിനോട് പറഞ്ഞു സന്തോഷാധിക്യത്താൽ, യാ റസൂലല്ലാഹ്, പരിശുദ്ധ നബിയേ, മുത്തറനാ ബിനൗഇകദാ, ആകാശലോകത്ത് ഇന്നാലിന്ന രാശി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത്. സഹാബത്തിന്റെ വാക്കങ്ങനെയാണ്. ആകാശലോകത്ത് ഇന്നാലിന്ന രാശി വന്നത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന് സഹാബ പറഞ്ഞപ്പോ ഇത് കേട്ട കർത്താവായ ലോകത്തിന്റെ ഗുരുനാഥനായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണു ചുവന്നുപോയി. പുണ്യ റസൂലിന്റെ സ്വരം മാറി, അവിടത്തെ നിറം മാറി, അവിടത്തെ ശൈലി മാറി. അള്ളാന്റെ റസൂൽ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആരാണിത് പറയാനുള്ള സർട്ടിഫിക്കറ്റ് തന്നത്? തിരുത്തി പറയണേ സഹാബ, ഇത് ഗൗരവമുള്ള പദപ്രയോഗമാണ്. രാശി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറയാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അതുകൊണ്ട് തിരുത്തണേ സഹാബ. മുത്തിർനാ ബിഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് നിങ്ങൾ തിരുത്തി പറയണം. അവർ തിരുത്തി പറഞ്ഞു അല്ലേ? അവിശ്വാസത്തിലേക്കും പോയി എന്ന് പറഞ്ഞാൽ രാശിയിൽ വിശ്വസിക്കാനും മജീഷ്യന്മാരിൽ വിശ്വസിക്കാനും ഈ സാങ്കല്പികമായ നശ്വരമായ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാനൊക്കെ നമ്മുടെ സമുദായത്തിന് എന്തോ ഒരു ടെൻഡൻസി കടന്നു വന്ന മാതിരി തോന്നിപ്പോവാൻ. അപ്പൊ അവിടൊക്കെ ഈമാനെയാണ് നമ്മൾ പണയം വെക്കുന്നത്. ഈ ഈമാൻ പണയം വെച്ച് ഇപ്പൊ എവിടെ എത്തി? ഒരു മിസ് കാളുമ്മല് ലൈഫ് പോവാൻ, ഒരു മെസ്സേജ് മേലെ ലൈഫ് പോവാൻ, ഒരു ഈസി റീചാർജ് മേലെ ലൈഫ് പോവാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു പരിപാടി? ഈസി റീചാർജിന്റെ നമ്മളെ അങ്ങാടിക്കൊക്കെ പെണ്ണുങ്ങള് പർദ്ദട്ട് കാണ്ട് പർച്ചേസിങ്ങിന് എറിഞ്ഞാണ്ട് ഇപ്പൊ ഓലെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓല ഭാഷയിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ വീട്ടാവശ്യത്തിന് വേണ്ടി എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, നോ പ്രോബ്ലം. ആ മൊബൈലില് ബാലൻസ് തീർന്നിന്, നോ പ്രോബ്ലം. അത് റീചാർജ് ചെയ്യണം, ശരിയാണ്, ഗൗരവമുള്ള കാര്യമാണ്, ആവശ്യമാണ്. ഈ റീചാർജ് ചെയ്യാൻ വേണ്ടി റീചാർജ് ഷോപ്പിലേക്ക് താത്ത കടന്നു പോവുക, നമ്മുടെ പെങ്ങള് കടന്നു പോവുക, സഹോദരി കടന്നു പോവുക, ഭാര്യ കടന്നു പോവുക. എത്ര ഗൗരവമുള്ള വിഷയ. എന്നിട്ട് ചെയ്യണ റീചാർജിന്റെ പേരോ ഈസി റീചാർജ്, കൂപ്പൺ വാങ്ങിയിട്ടുള്ള റീചാർജ് ആണെങ്കിൽ ആ കൂപ്പൺ ഓളുകൾ വാങ്ങിക്കൊണ്ടെന്ന് പെരയിലൂടെയും കൊണ്ടുകാണ്ട് ചുരട്ടിക്കാണ്ട് ഈ നമ്പറേക്ക് കയറ്റിക്കാണ്ട് റീചാർജ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അവളെ നമ്പർ ഒടുക്കും പോണില്ല, ഓളെ നമ്പർ ഓള് കച്ചവടം ചെയ്യണില്ല. ഈസി റീചാർജ് എന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്ക് ഈസി റീചാർജ് ചെയ്യുന്ന പറഞ്ഞാണ്ട് മൊബൈൽ ഷോപ്പിലെ രജിസ്റ്ററിൽ നമ്പറാണ്ട് എഴുതി പണയം വെച്ച് കൊടുക്കുകയാണ്. ഈ നമ്പർ ഇവൾ തന്നെയാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്പർ ആ റീചാർജിലൂടെ എത്ര ആളുകളിലേക്ക് പ്രസരണം ചെയ്യപ്പെട്ടു? കുറ്റിപ്പുറത്ത് പിടിക്കപ്പെട്ടില്ലേ ഒരു മാഫിയ സംഘത്തെ? അപ്പൊ എന്താ സംഭവം? അവിടെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിൽ ഈസി റീചാർജിങ് നടക്കുമ്പോ ആ ഈസി റീചാർജിങ്ങിന്റെ പിന്നിൽ വേറൊരു മാഫിയ. അപ്പൊ എന്താ, +1 +2 SSLC മുതൽ അങ്ങോട്ട് പോകും ഒരു മധ്യവയസ്കരായിരിക്കുന്ന സ്ത്രീകൾ സഹോദരിമാര് വരെ അടങ്ങുന്ന പെൺപട അന്നേ ദിവസം അല്ലെങ്കിൽ ആ ആഴ്ച ഈസി റീചാർജിങ്ങിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ആകാര സൗഷ്ഠവവും അവരുടെ സൗന്ദര്യവും അവരുടെ ഗ്ലാമറും ഒക്കെ അനുസരിച്ച് പെണ്ണിന്റെ യോഗ്യതക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും അനുസരിച്ചിട്ട് ഈ നമ്പർ കച്ചവടം ചെയ്യുക. അഥവാ ഏറ്റവും നല്ല എബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അതിന് 500 രൂപ, പിന്നെ ഒരു 300 രൂപ, 200 രൂപ, 100 രൂപ, ഈ കോലത്തിൽ പെണ്ണിന്റെ നമ്പർ കച്ചവടം ചെയ്യുക. ഈ പെണ്ണെന്നെയാണ് ഈ നമ്പർ യൂസ് ചെയ്യണത്. അങ്ങനെ ഈസി റീചാർജിന് വേണ്ടി ഷോപ്പിലേക്ക് പോയ എത്ര സഹോദരിമാരുടെ നമ്പറുകൾ എത്ര അന്യ പുരുഷന്മാരുടെ കയ്യിലെത്തി? അവർക്ക് ഇഷാമാരിപ്പിന്റെ ഇടയിൽ എത്ര മിസ് കോൾ വന്നു? മിസ് കോൾ അടിച്ചോര കൂട്ടത്തിൽ പോലീസ് ഇൻഫർമേഷൻ നടത്തിയപ്പം +2 പഠിക്കുന്ന ചെക്കന്മാരടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. പഠിച്ചോനെ എവിടെ ഈ ലോകം പോണത്? നമ്മൾ ആലോചിക്കണം.
എവിടുക്കാ ഈ ലോകത്തിന്റെ പോക്ക്? ഇങ്ങനെ ഈസി റീചാർജിങ് നടത്തിയ ഒരു കുട്ടിയാണ് വളാഞ്ചേരിയിലെ റീചാർജ് ഷോപ്പിൽ വന്നാണ്ട് ഈസി റീചാർജ് നടത്തി. +2 പഠിക്കുന്ന കുട്ടിയാണ്. ഈസി റീചാർജ് നടത്തി ഓളെ നമ്പറോട് പറഞ്ഞു കൊടുത്ത്. നമ്പർ 98 95 എന്ന് പറഞ്ഞു കൊടുത്തത് കട്ടക്കാലത്തിന് 99 95 ഫോർ എക്സാമ്പിൾ. നമ്പർ വേറെ ആവാം. അങ്ങനെ നമ്പർ മാറിപ്പോയി. 200 റുപ്യന്റെ റീചാർജ് കയറിയത് ഏതൊരു കാക്കാന്റെ മൊബൈലിലാണ്. അവസാനം ഓള് കടക്കാരനോട് ചൂടായി. എന്ത് പരിപാടി അങ്ങനെ ചെയ്തത്? 200 റുപ്യന്റെ കോൾ ഇപ്പൊ പോയില്ലേ, 200 റുപ്യന്റെ ചാർജ് പോയില്ലേ, അത് എനിക്ക് തിരിച്ചു തന്നു. കടക്കാരൻ ഓളോട് ചൂടായി. ഈ നമ്പറല്ലേ ഞാൻ കൊടുത്ത്. അവസാനം ഓളോട് പറഞ്ഞു, അതിന്റെ റിസ്ക് നിങ്ങൾ അറിയാം, വേണമെങ്കിൽ അയാൾക്ക് വിളിച്ചാണ്ട് പറയാം, ആ 200 റുപ്യ സംഗതി വശാൽ മിസ്റ്റേക്ക് പറ്റിക്കാണ്ട് നിങ്ങളെ മൊബൈലിക്ക് കയറിയാണ്, അതുകൊണ്ട് നിങ്ങളൊരു വിശാല മനസ്കത കാണിച്ചാണ്ട് 200 റുപ്യക്ക് നിങ്ങൾക്ക് തിരിച്ച് മൊബൈൽ റീചാർജ് ചെയ്ത് തന്നാളിന്ന് അയാൾക്ക് വിളിച്ചു പറയാം. അയാൾ ഉടുത്തരനാണ്, ഏത് ജില്ലക്കാരൻ, ഏത് നാട്ടുകാരൻ, ഏത് മതാണ്, ഏത് പ്രായക്കാരനോ ഒന്നും പറയും. അവസാനം ഇവിടെ പുറത്തിറങ്ങി കടക്കാരൻ പറയാം, പിന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ കാക്കാനെ ഇവളി തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വെച്ച് പിടിക്കുകയാണ്. പടച്ചോനെ, എന്തൊരു കവറേജാണ് നമ്മളെ മൊബൈൽ ഫോണിന്. ഇയാളെയും ഇവളെയും തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വെച്ചിട്ട് പോലീസ് പിടിച്ചു. അപ്പൊ എന്താണ്, എന്തൊരു റേഞ്ചാണ് അല്ലേ? അതിന്റെ ഇടയിൽ നിങ്ങളിപ്പോ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വേറൊരു വാർത്ത കേട്ടില്ലേ? ഇവിടെ കൊല്ലത്തുള്ള ഒരു സഹോദരി, ഓള് മൊബൈലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് അടിച്ചതിന്റെ കൂട്ടത്തിൽ ഈ മിസ് കോൾ ഒരു കാക്കാന്റെ ഏതൊരാളെ മൊബൈൽ ഫോണിക്ക് പോയി. അയാൾ കണ്ണൂർക്കാരനാണ്. 11 മാസം അവർ ഫോണിന് ബന്ധപ്പെട്ടു. ഫോൺ വിളിക്കുക, രാത്രി വിളിക്കുക, ഇങ്ങനെ കുറെ ശൃംഗരിക്കുക ചിന്തിരിക്കുക ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുക. അപ്പം രാത്രി 11 മണിയായ രാവിലെ 8 മണി വരെ ഓഫറാണല്ലോ. ഈ കൗമിനുള്ളതാണ്, ഈ കൂട്ടരെ ആൾക്കാർക്കുള്ള ഫുൾ ഓഫർ. രാത്രി 11 മണി മുതൽ രാവിലെ 8 മണി വരെ. ഇത് എന്ത് ഓഫറാ പഠിച്ചോനെ? മനുഷ്യൻ മനസ്സമാധാനത്തോടു കൂടെ കടന്നുറങ്ങുമ്പോ എന്ത് ഓഫറാണ്? അതിനും ആൾക്കാരുണ്ട്. അതിനും ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വെണ്ണട്ടിയവരാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങൂലേ? പിന്നെ ഇതാർക്കുള്ള ഒക്കെ നമ്മൾ കരുതി നമ്മളെ തടി നന്നാക്കാനുള്ളതാണ്. അല്ല, നമ്മളെ തടി വടക്കാക്കാനുള്ള. കൊല്ലത്തെ ഈ പമ്പർന്നോള് 11 മാസം കണ്ണൂരിലെ അയാളായിട്ട് വിളിച്ചു, ഫോൺ വിളിച്ചു. ലാസ്റ്റ് ഇയാൾ ചോദിച്ചു, എന്താ പൊന്നെ 10-11 മാസമായി നമ്മളിങ്ങനെ വർത്താനം പറയുന്നത്. അല്ല, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് ലൈഫ് സ്പോയിൽ ചെയ്താൽ മതിയോ? ജീവിതം ഇങ്ങനെ കഴിച്ചാൽ മതിയോ? ഒന്ന് കാണണ്ടേ? അപ്പോൾക്കും അതിൻ്റെതായിരിക്കുന്ന റിപ്ലൈ കിട്ടി. യെസ്, ഞാൻ ആ ചോദ്യം കാലങ്ങളായി പ്രതീക്ഷിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോഴാണ് കഥ ക്ലൈമാക്സിലെത്തുന്നത്. ഓള് പറഞ്ഞു, അപ്പൊ അയാൾ പറഞ്ഞു, എന്നാ ഈ വണ്ടി കയറിക്കോ, ഞാൻ കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലുണ്ടാവും. മനോരമയിൽ നല്ല രസകരമായ വാർത്തയിട്ട് വന്നിരുന്നുണ്ട് പത്രത്തിൽ. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടാവും, ഈ വണ്ടി കയറിക്കോ. അവര് സുബൈക്കോള് വണ്ടി കയറി. വലിയ നീയത്തായിട്ട് ഇറങ്ങാണല്ലേ, ഹിജറ പോവാണേ. അങ്ങനെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഏകദേശം ഒരു മധ്യാഹ്ന നേരമായപ്പോഴേക്കോള് ഇവള് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഏക്കിട്ട് നിൽക്കുന്ന കഥ അവിടുത്തെ സന്നദ്ധ സംഘടനന്റെ പ്രവർത്തകന്മാർ പറയാണ്, വൈകുന്നേരം വരെ ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണ ഞങ്ങൾ കണ്ടു. അവര് പോയി ചോദിച്ചു, ഒരു മറുപടി ഇല്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ ഇവര് കംപ്ലൈന്റ് കൊടുത്തു, ഇങ്ങനെ ഒരു പെണ്ണിനെ കാണുന്നുണ്ട്, എവിടുത്തറിയാന്നറിയില്ല, ഒന്നും ചോദിച്ചിട്ട് മറുപടി ഇല്ല. പോലീസ് വന്നു, സ്റ്റേഷൻ കൊണ്ടുപോയി. പോലീസ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവളെ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവള് കഥയാണ്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ 11 മാസമായിട്ട് മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുന്ന എന്റെ കാമുകനെ വാച്ച് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ചീറ്റ് ചെയ്തു. അയാൾ ഇപ്പൊ അടിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അതാ രസേ. ഇപ്പൊ അടിച്ചിട്ട് അയാൾ ഫോൺ എടുക്കണില്ല, അതുകൊണ്ട് അയാളെ സൈറ്റിൽ വരുത്തണം എന്ന് പറഞ്ഞു ഇവള് പോലീസിനോട്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇയാളെ നമ്പർ വാങ്ങി. അപ്പൊ ഇവള് പറഞ്ഞു കൊടുക്കാതെ പറഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞത്. 11 മാസമല്ലേ, എങ്ങനെ പറഞ്ഞു കൊടുക്കാക്ക? അങ്ങനെയാണ് പറഞ്ഞു കൊടുത്ത് പോലീസ് ഡയൽ ചെയ്തു. അയാളെ സ്പോട്ടിൽ സൈറ്റിൽ വരുത്തി. ഇനി ചടങ്ങ് എന്താ അറിയോ? കാണല. ഈ ചടങ്ങിന് വേണ്ടി പോലീസ് SIയും കൂട്ടരും ഇവളങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് ഈ റിസപ്ഷനിൽ ഇരിക്കണ ഇയാളൊന്ന് കാട്ടിക്കൊടുത്തു. ഇയാളെ കാണലും ഇവള് ബാക്ക് കാണ്ട് ബോധം കെട്ട് ബുകലും ഒന്നിച്ചിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ പത്രക്കാരൊക്കെ പാടെ കൂടി പോലീസ് സ്റ്റേഷനൊക്കെ വളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളെ വയസ്സെത്ര നിങ്ങൾക്ക്? 63. സുബ്ഹാന 78. സോറി, ഐ ആം സോറി, 78. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞത് കറക്റ്റായിട്ട് 78, 78 ആണ് അയാൾ ഏജ്. അങ്ങനെ ഈ സഹോദരി ബോധമൊക്കെ തെളിച്ചത് അൺകോൺഷ്യസ് ആയി. നീ കോൺഷ്യസ് ആക്കണല്ലോ അവളെ. അപ്പൊ വെള്ളമൊക്കെ മുഖത്തേക്ക് തെളിച്ച് അവളൊന്ന് ബോധം തെളിയിച്ച് മാധ്യമ പ്രവർത്തകർ മൈക്കൊക്കെ ചൂണ്ടി, മാഡം യു ആർ അൺകോൺഷ്യസ് അല്ലേ, എന്ത് നിങ്ങൾ അബോധാവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം? അപ്പൊ ഇവിടെ തലയിൽ കൈ വെച്ചിട്ട് പറയാം, എന്റെ ഒരു കൊല്ലം പോയ പോക്കേന്ന് ഈ പമ്പർന്നോട് പറയാം.
അപ്പൊ മൊബൈൽ ആയാൽ മതി, സിം ആയാൽ മതി, ഒരു മിസ് കാൾ ആയാൽ മതി, നമുക്ക് അയിമലാണ്ട് കൂടുക എന്ന് പറയുന്ന കുറെ താത്താര് നമ്മൾ ഈ കുടുംബത്തിൽ വന്നു. അതാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അവരെ ലൈഫ് എവിടെത്തിപ്പോ? അവരെ ലൈഫ് എവിടെത്തി? മതം അന്വേഷിക്കണ്ട, ജാതി അന്വേഷിക്കണ്ട, വർഗം അന്വേഷിക്കണ്ട, ഒന്നും അന്വേഷിക്കണ്ട, പ്രായം അന്വേഷിക്കണ്ട, സാഹചര്യം അന്വേഷിക്കണ്ട. ഒരു ശബ്ദമായാൽ മതി, അതിന്റെ പിന്നിൽ ഞങ്ങൾ ഫോളോ ചെയ്യാം എന്ന് പറയുന്ന ബലഹീനമായിരിക്കുന്ന ചാപ്പല്യത്തിന്റെ പിന്നിൽ ഓടാൻ തയ്യാറായില്ലേ മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടി? പിന്നെ എന്തിനാ ഈ സംവിധാനം? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ എന്തിനാണ് ഈ മതം? പിന്നെ എന്തിനാണ് ഈ തത്വശാസ്ത്രം? അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ പിന്നെ എന്തിനാ? തോന്നിയാ മതി. ഇപ്പൊ ശ്രീശാന്തിനെ പിടിച്ചില്ലേ, CVT ക്യാമറയിൽ ഓരോ ദൃശ്യങ്ങൾ അങ്ങനെ വരുന്നു. നമ്മളാരും ചോദിച്ചിട്ടൊന്നുമില്ല ദൃശ്യങ്ങൾ തരാന് അല്ലേ? പക്ഷേ എന്തൊക്കെ ഇപ്പൊ വരുന്നത്? രാത്രി 10 മണിക്ക് ചൂതാട്ടക്കാരിൽ നിന്നുള്ള ക്യാഷ് അവൻ വാങ്ങുക. ഈ ക്യാഷ് വാങ്ങണതോ ഒരു ഓവറിൽ 14 റണ്ണാണ്ട് വിട്ടുകൊടുത്താൽ എന്റെ ജെയ്സിന്റെ പുറത്ത് വെള്ളത്തൂവാല വൈറ്റ് ടവൽ ഉണ്ടെങ്കിൽ ഞാൻ എറിയുന്നത് വാതുവെപ്പുകാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓവറാണ്. ഈ ഓവറിൽ 14 റണ്ണ് ശ്രീശാന്താണ്ട് വിട്ടുകൊടുത്ത 40 ലക്ഷം ഉറുപ്പ്യ എന്റെ പോക്കറ്റിക്ക്. ആ ലക്ഷം ഉറുപ്പ്യക്ക് പിറ്റേന്ന് പത്രത്തിൽ വരിക ഓന് ബ്ലാക്ക്ബെറിന്റെ 40,000 ഉറുപ്പ്യന്റെ ഫോണാണോ കന്നഡ നടിക്ക് വാങ്ങിക്കൊടുത്തത്. പിറ്റേ ദിവസം അന്വേഷിച്ച് നോക്കുമ്പോ തെലുങ്ക് നടിക്കാണ് 45,000 ഉറുപ്പ്യന്റെ ഫോൺ വാങ്ങിക്കൊടുത്തത്. ഇവന് തന്നെ ഏർപ്പാട്. അവസാനം ഏകദേശം CVT ക്യാമറയിൽ കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് റൂമിന്റെ നമ്പർ അടക്കം കിട്ടി. 10 മണിക്ക് റൂമിൽ കയറി, 11 മണിക്ക് യുവതി റൂമിന്റെ ഔട്ട്സൈഡിൽ വന്നു. പിന്നെ ചാന്ദിലിയും ഇവനും കൂടിക്കാണ്ട് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി. പിന്നെ അവർ തിരിച്ചു വന്ന രംഗം CVT ക്യാമറയിൽ പതിയുന്നത് പുലർച്ചെ 5 മണിക്കാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയാം അല്ലെ? സ്പോർട്സ് കേന്ദ്രീകരിച്ചിട്ട് എത്ര അരാജകത്വങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. IPL വന്നു നമ്മുടെ നാട്ടിൽ, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇത്രയും കാലം ഇല്ലാത്തൊരു പൊല്ലാപ്പായിരുന്നത്. IPL വന്ന സമയത്ത് പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ടീമിനുണ്ടാക്കണം. കേരള ടെസ്റ്റേഴ്സ് വന്നു. കേരള ടെസ്റ്റേഴ്സ് വന്നാലും പോരാ, ചിയർ ഗേൾസിനെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊച്ചിയിൽ നൃത്തം ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ക്രിക്കറ്റിന്റെ പേരിൽ എന്തിനാ ചിയർ ഗേൾസ്? അവരുമായിട്ട് ചിന്തിക്കേണ്ട വിഷയല്ലേ? അങ്ങനെ പോയി. സ്പോർട്സ് പോലും നമ്മുടെ സംസ്കാരത്തെ തകർത്ത് കളഞ്ഞ ഒരു കാലത്ത് സ്പോർട്സ് ഒരു കളിയിനം മാത്രമായിരുന്നു. ഇന്ന് സ്പോർട്സ് എന്ന് പറയുന്നത് കളിയിനം എന്നതിലപ്പുറം, ഒരു വിനോദം എന്നതിലപ്പുറം ആഭാസമായി പോയി, അനാശാസ്യമായി പോയി. കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ആഫ്രിക്കയിലേക്ക് വേശ്യകളെ പുറം ലോകത്ത് നിന്ന് കൊണ്ടുവരിക. ഇന്ത്യ രാജ്യത്തുണ്ട് ബോംബെ എന്ന് പറയുന്ന ഒരു റെഡ് സ്ട്രീറ്റ്, ചുവന്ന തെരു. ആ ചുവന്ന തെരുവിനെ പറ്റി ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടിരുന്നു നമ്മുടെ മലയാളത്തിൽ. ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലേക്ക്, ചുവന്ന തെരുവിലേക്ക് അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും യുവതിമാരെ കൊണ്ടുവന്നിട്ട് ഒരു ഏറ്റവും വലിയ പാപ്പരാസികളുടെ ലോകത്തേക്ക് അടക്കപ്പെടുകയാണ്. പിന്നെ അന്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പെണ്ണിന്റെ രക്തമുള്ള ശരീരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപാട് കൊല്ലം കഴിയുമ്പോൾ ചവച്ച് തുപ്പപ്പെടുന്ന വേസ്റ്റ് പോലെ ആ പെണ്ണിനെ വലിച്ചെറിയപ്പെടുകയാണ്. പരാതി കേൾക്കാനാണില്ല, പരാതി കൊടുക്കാനുള്ള സാഹചര്യമില്ല. അതല്ലയോ ബോംബെയുടെ ചുവന്ന തെരു? അതല്ലയോ ബോംബെയുടെ ചുവന്ന തെരു? ആർക്കും ആഭാസമാവാം. കാതറിൻ സ്ട്രോബറി എന്ന് പറയുന്ന ജർമ്മനിക്കാരിയായ ഒരു പെണ്ണിന്റെ പത്രപരസ്യം ഉണ്ടായിരുന്നു ഈ അടുത്ത്. അവള് വരനെ തേടാണല്ലോ. അവിടൊക്കെ പിന്നെ പരസ്യം കൊടുക്കല് അവനാന്റെ റിസ്ക് എടുത്ത് കണ്ടാന്നാ പറഞ്ഞത്. കല്യാണമാണെങ്കിൽ അവനാന്റെ റിസ്കിൽ ഹിതാബത്താവണം. അങ്ങനെ ഓളാണ്ട് അന്വേഷിച്ച് ഓൾക്കുള്ള വരനെ തേടാനുള്ള പരസ്യമാണ് കൊടുത്തു ജർമ്മനിയിലെ ഒരു പത്രത്തിൽ. എന്താ പരസ്യം അറിയോ? ഞാൻ കാതറിൻ സ്ട്രോബർ പേരാ. പിന്നെ പറഞ്ഞു 4 കുട്ടികളുടെ അമ്മ വരനെ തേടാണല്ലോ. എന്റെ 1ാമത്തെ കുട്ടിയുടെ അച്ഛൻ അമേരിക്കക്കാരനാണ്. എന്റെ 2ാമത്തെ കുഞ്ഞിന്റെ അച്ഛൻ ഇറ്റലിക്കാരനാണ്. എനിക്ക് 3ാമതായ ഒരു കുഞ്ഞിനെ തന്നത് ആഫ്രിക്കക്കാരനാണ്. എന്റെ 4ാമത്തെ കുഞ്ഞിന്റെ സാക്ഷാൽ പിതാവ് എന്റെ മാതൃരാജ്യമായിരിക്കുന്ന ജർമ്മനിയുടെ നാട്ടുകാരനാണ്. അതുകൊണ്ട് മുകളിൽ ഉദ്ധരിച്ച 4 രാജ്യങ്ങളിൽ പെടാത്ത അടുത്ത ഷർത്തും തരും. 5ാമതൊരു കുഞ്ഞിനെ തരാൻ കഴിവുള്ള ഒരു വരനെ ഞാൻ തേടുന്നു. ഈ പത്രത്തിൽ പരസ്യം കൊടുക്കണവർക്ക് ഹയാ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അതുമില്ല. അപ്പൊ രാജ്യത്തിന്റെ അവസ്ഥ കിട്ടില്ല നമുക്ക്. നാട്ടുകാരെ ഒരു കണ്ടീഷൻ നമുക്ക് പിടുത്തം കിട്ടില്ല. ഒരു ക്ലാസിഫേഴ്സിന് പരസ്യം വന്നതാ, വരനെ തേടുന്നു എന്ന് പറഞ്ഞാണ്ട് കൊടുത്ത പരസ്യം. ഞാൻ പറയാം, കൂളായിട്ട് ഏതെങ്കിലും ഇന്ത്യക്കാരൻ പോയി ഉണ്ടാവും കേട്ടോ, പോയിണ്ടാവും. കാരണം 4 രാജ്യങ്ങളിൽ പെടാത്ത എന്ന് പറഞ്ഞപ്പോ തന്നെ മൂപ്പരെ ഷർത്തും പറന്നും കുഫുവൊക്കെ ഒത്തുന്ന് തോന്നിയിട്ടുണ്ടാവും. ആ രാജ്യത്തില് ഇവിടെ അരാജകത്വം മരങ്ങ് തകർക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ചോദിക്കാനാടില്ല, ചോദിച്ചവൻ പുറത്ത്. എന്നതല്ലേ കാണുന്നത്. ഏത് ഭാഗത്ത് നോക്കിയാലും അല്ല കാണുന്നത്. അവസാനം യുവജനോത്സവത്തിൽ അടക്കതെത്തില്ലേ?
മമ്പാട ബഷീറിന്റെ മോള് ഫാത്തിമ നിമയാണ് ഈ MSP ഗ്രൗണ്ടിൽ, മലപ്പുറത്തെ MSP ഗ്രൗണ്ടിൽ കൊല്ലം നടന്ന സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലക പട്ടം നേടിയത്. ആരാ ഫാത്തിമ നിമ? ഫാത്തിമ എന്ന് പറഞ്ഞ പേര് അഷ്റഫുൽ ഖൽക്കായ ആദരവായ മുത്തുനബി സ്വന്തം മോളെപ്പറ്റി പറഞ്ഞപ്പോ എന്റെ കരളിന്റെ കഷ്ണാന്നാ പറഞ്ഞത്. ആ പുന്നാര മോളുടെ പേരിൽ മമ്പാട്ട മഹലിൽ നിന്ന് കടന്നു വരുന്ന ഒരു സഹോദരി ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ കൊച്ചുമിടുക്കിയായ മോള് 3 ഇനങ്ങളിലാണ് A ഗ്രേഡ് നേടിയത് യുവജനോത്സവത്തിൽ. ഒപ്പനയിലല്ല, മറ്റേതെങ്കിലും മുസ്ലിം ഇനങ്ങളിലല്ല, മാപ്പിളക്കലയിലല്ല. ഒന്നാമത് ഭരതനാട്യം, 2 കുച്ചിപ്പുടി, 3 മോഹിനിയാട്ടം, 3 ഇനങ്ങളിൽ ഫാത്തിമാനിമ താരമായപ്പോ എല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് മേക്കപ്പ് പോലും വായിക്കാതെ ഫാത്തിമ എന്ന് പറയുന്ന മമ്പാട്ട പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ കോട്ടയത്തെ പത്രക്കാരൻ വന്നിട്ട് ചോദിക്കാണ്, ഫാത്തിമ, വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ? എന്താ നിനക്ക് ഈ 3 കലകളിലും നിന്റെ ശക്തി തെളിയിക്കാനുള്ള പ്രോത്സാഹനമായത്? അവള് പറയാണ്, മൈ മദർ, എന്റെ ഉമ്മയാണ്. അപ്പൊ ഫാത്തിമാന്റെ ഉമ്മാനെ പറ്റി ഒരു പിടുത്തം കിട്ടി നമുക്ക്. എന്റെ ഉമ്മയാണ് ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ എന്നെ പരിശീലിപ്പിച്ചത് എന്റെ താത്തയാണ്. പക്ഷെ എനിക്കിത് പ്രോത്സാഹനം തന്നത് എന്റെ മാതാവാണ് അല്ലേ? ഈ ഉമ്മാനെ പറ്റിയാണ് അല്ലുമ്മു അവല് മദ്രസത്തിൽ വലതികാന്ന് 1400 മുമ്പ് ആദരവായ മുത്തുനബി പറഞ്ഞത്. പഠിച്ചോനെ, ഉമ്മയാണ് കുട്ടിന്റെ ആദ്യത്തെ മദ്രസ്. 10 കൊല്ലം മുമ്പ് സ്കൂളിലും മദ്രസിലും ചേരാത്ത നമ്മളെ കുട്ടി ഉറങ്ങാൻ പോയപ്പം ബിസ്മിക റബ്ബി വലായത്ത് ജംബി ഇങ്ങനെ ചെല്ലാൻ കേട്ടുകിற ആൾക്കാർ അത്ഭുതപ്പെട്ടു. മോനെ, യൂണിന്ന് പഠിച്ചു പൈതലേ നീ ഈ വാക്യങ്ങള്, എന്നെ മദ്രസ് ചേർത്തിയില്ലല്ലോ. ഇത്ര മനോഹരമായിട്ടാണ് കുട്ടി ബിസ്മിക റബ്ബി വലായത്ത് ജംബി വബിക റഫാഹു അല്ലാഹുമ്മ ഇന്നി അംസക്ത നഫ്സി എന്ന് പറഞ്ഞ് ദിക്ർ അങ്ങനെ ചെല്ലുക. അപ്പൊ കൊച്ചുമോന് പറയാണ്, എന്നെ മദ്രസയിൽ ചേർത്തിട്ടില്ലെങ്കിലും മതകലാലയത്തിന്റെ പടിചാൻ ചവിട്ടുന്നതിന്റെ മുമ്പ് എന്റെ വീട്ടിലുണ്ടൊരു മതകലാലയം, അതെന്റെ ഉമ്മയാണ്. ഉമ്മീഹിയ മദ്രസത്തി, എന്റെ ഉമ്മ പഠിപ്പിച്ചതാൻ. എന്റെ ഉമ്മാന്റെ മാറിന്റെ ചൂടേറ്റിട്ട് എത്ര കൊല്ലമാണ് ഞാൻ കടന്നത്. അവിടത്തെ അമ്മിഞ്ഞ മുഹർന്നവനാണ് ഞാൻ. ആ കാലഘട്ടം മുതൽ എന്റെ മാതാവ് എന്നെ കടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചൊല്ലിത്തരുന്ന ദിക്റാണ്. കാലിന്റെ ചോട്ടിലെ ചോപ്പമായുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിലെ കൊച്ചുമിടുക്കൻ വിളിച്ചു പറഞ്ഞു, എന്റെ ഉമ്മയാണ് എന്റെ മദ്രസ്. ആളുകൾ അത്ഭുതപ്പെട്ടു. ഏതാണ് ആ മാതാവ്? അമ്മാന്റെ കാര്യത്തിൽ നാട് അത്ഭുതപ്പെട്ടു അല്ലേ? അങ്ങനത്തെ അമ്മാരൊന്നും കിട്ടുമോ? കുടുംബം പസാതായില്ല. പണ്ടൊക്കെ ഒരു കുട്ടിക്ക് വീട്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെ അന്തരീക്ഷം നല്ല രസമായിരുന്നു, നല്ല രസകരമായ അന്തരീക്ഷമായിരുന്നു. മദ്രസിൽ എന്ത് പഠിച്ചോ അത് വീട്ടിലും കണ്ടു. നമ്മളെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഏകദേശം ആ ഒരു ടൈമിലൊക്കെ ഉള്ള കുട്ടികൾ പറയും, നോണ പറയരുതിട്ടോ, പഠിച്ചോ തീ കിടുന്നു. ഒരു ഭാഷ നരകത്തിൽ കിടുന്ന ഭയങ്കര സീരിയസ് ഭാഷയാണ്. അപ്പൊ നമ്മൾ ശരിക്കും കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അത് വേറൊരു കുട്ടി ഉൾക്കൊള്ളുകയാണെങ്കിൽ കളവിനോടുള്ള കുട്ടിയുടെ സമീപനം കാലാകാലം അങ്ങനെയൊക്കെ അതൊരു നുണയുടെ അംശമല്ലേ, അതൊരു കളവിന്റെ അംശമല്ലേ? ഞാൻ ഇന്ന് മാറിക്ക. ഏത് 7ാം വയസ്സിൽ പഠിച്ചത് 70ാം വയസ്സിലും എന്റെ ബോധത്തിലുണ്ടാവും, ബോധമണ്ഡലത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കുട്ടി വന്നാലും വീട്ടുകാരെടുത്തൊന്നും കേൾക്കുന്നതാണ്, ശുക്രഹോ, കളവ് പറയാൻ പാടില്ല മോനെ. നീ കളവ് പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് ചിലപ്പോൾ ശിക്ഷ കിട്ടിയേക്കാം, എന്നാലും കളവ് പറയാൻ പാടില്ല മോനെ. ഇന്നിപ്പോ കുട്ടിന്റെ മനസ്സിൽ വലിയ വൈരുദ്ധ്യം, കോമ്പറ്റീഷനാ. കാരണം മദ്രസന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കും, മോനെ കളവ് പറഞ്ഞാൽ നരകത്തിൽ കിട്ടും. ഇതൊക്കെ പഠിച്ച് കുട്ടി ഇങ്ങനെ പെരേക്ക് വരുമ്പോഴേക്കാണ് പിരിവാര റെസീറ്റ് ആയിട്ട് വരുന്നത്. വാപ്പ ഒത്തുകാണ്ട് ഓടിക്കാണ്ട് ഈ കുട്ടിനോട് പറയും, വാപ്പ അവിടെ ഇല്ലാന്ന് പറഞ്ഞാലട്ടോ. കുട്ടി ഇങ്ങനെ ആലോചിച്ച സുബാനുള്ള മദ്രസ ഉസ്താദ് പറഞ്ഞ് നരകത്തിൽ കൊടുക്കും. എന്റെ വാപ്പയാണെങ്കിൽ അത് പറയാഞ്ഞാല് എന്റെ വാപ്പയും കൊടുക്കും. നമ്മുടെ കുട്ടി വലിയൊരു കോമ്പറ്റീഷനിലായി, വൈരുദ്ധ്യത്തിലായി. കുട്ടിയുടെ മനസ്സിൽ വലിയ സംഘർഷമാണ്. നമ്മളാരും ആ കുട്ടിയെ വാച്ച് ചെയ്യാറില്ല. ആ കുട്ടി ഇങ്ങനെ ഒരു നൃത്തം നിൽക്കുന്നുണ്ടാവും. എന്താ ഈ നൃത്തത്തിന്റെ അർത്ഥം അറിയോ? ആ കൊച്ചു മനസ്സിൽ വലിയ കാര്യം ചിന്തിക്കാൻ. മദ്രസിൽ നിന്ന് വലിയ അതബിലും മര്യാദയിലും ഞാനൊരു കാര്യം പഠിച്ചു വന്ന് ആ കിടക്കണം എന്റെ ബാപ്പാന്റെ മുമ്പിൽ ഡീം അല്ലേ? കുട്ടി ചിന്തിക്കും, ചെറിയ മനസ്സ് ചിന്തിക്കും. അതുകൊണ്ട് ചെറിയ കുട്ടിയെ ലാഘവത്തോട് നമ്മൾ പഠിപ്പിക്കണം. മാതാവിനും പിതാവിനും ഇടയിലുള്ള തർക്കം ചില കുട്ടികൾക്കിടയിൽ പാട്ടാണ്. ചില കുട്ടികളിലൂടെ അത് സ്കൂളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കണം. ചില ക്ലാസ്സുകളിൽ നമ്മുടെ ചില കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് വല്ലാത്ത ബോർഡ് ഓഫ് ആണ്. എന്തൊരു ആങ്സൈറ്റി, എന്തൊരു ഉത്കണ്ഠ. ഒരാഴ്ച നീണ്ട ദിവസങ്ങളിൽ കുട്ടിയുടെ മുഖത്ത് ഈ വല്ലായ്മ കണ്ടപ്പോ ക്ലാസ് ടീച്ചർ ഇവനെ വിളിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു, മോനെ നിനക്കെന്തോ ഒരു ടെൻഷൻ ഉണ്ട്, നിനക്കെന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കുട്ടി ഒരുപാട് പറഞ്ഞു, ഇല്ല ടീച്ചർ, ഇല്ല മാഡം, ഇല്ല ടീച്ചർ. അവസാനം അവനെ കൗൺസിൽ ചെയ്യുമ്പോ ഈ കുട്ടി പറയാണ്, എന്റെ വാപ്പയും എന്റെ ഉമ്മയും സുഖല്ല, സ്വരച്ചേർച്ചയിലല്ല, എന്റെ വീട്ടിൽ എന്നും ബഹളാണ്. ഈ ബഹളത്തിനിടയിൽ ഞാൻ എങ്ങനെ പഠിക്കാനാണ്?
എന്റെ ഉമ്മാന്റെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല, എന്റെ ഉപ്പാന്റെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എന്റെ ഉമ്മയും എന്റെ വല്യമ്മയും തമ്മിൽ ഭയങ്കര പോരാട്ടാണ് അല്ലെ. അമ്മായിമ്മ മരോള് മക്കളുണ്ടായാലും തുടരുന്ന ഒരു പ്രതിഭാസമാണല്ലോ. അതും എന്റെ വീട്ടിലുണ്ട് എന്ന് കുട്ടി പറയാണ് അല്ലെ. നമ്മളെ വീടുകളിലൊക്കെ ഒരു ഇസ്ലാമിക് ഫാമിലി കൺസെപ്റ്റ് എന്നാ നമുക്ക് കൊണ്ടുവരാൻ കഴിയാ? ഒരു പെണ്ണിനെ പുഴയില്, നല്ല ഒഴുക്കുള്ള പുഴയില് മുങ്ങി മരിക്കാൻ പോകുന്ന 11 ആളുകളിൽ നിന്ന് 10 ആളുകളെയും ഒരു സ്ത്രീ രക്ഷപ്പെടുത്തി ഒരു നാട്ടിൽ. അപ്പൊ നാട്ടിലെ പൗരാവലിയൊക്കെ പാടെ കൂടിക്കാണ്ട് ഈ സ്ത്രീക്ക് ധീരതക്കുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അവളെ ക്ഷണിച്ചു വരുത്തി അവൾക്ക് ധീരതക്കുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. 11 ആള് മുങ്ങി മരിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ 10 ആളെയും ഇവള് രക്ഷപ്പെടുത്തിയല്ലോ. അങ്ങനെ അവളെ നല്ല ധീരതക്കുള്ള അവാർഡൊക്കെ കൊടുത്ത് ആദരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പത്രക്കാരൻ വന്നാണ്ട് അവളോട് ചോദിച്ചു, മേഡം നിങ്ങൾ ചെയ്തത് വലിയ ക്രെഡിറ്റ് ഉള്ള ഒരു പണി തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാമായിരുന്നില്ലേ? 10 ആളെ രക്ഷപ്പെടുത്തിയ, പുഴയിൽ മുങ്ങി മരിക്കാൻ നിൽക്കുന്ന 10 ആളെ രക്ഷപ്പെടുത്തിയ അങ്ങേക്ക് ആ 11ാമത്തെ സ്ത്രീയെ കൂടി രക്ഷപ്പെടുത്താമായിരുന്നില്ലേ? അപ്പൊ ഇവള് പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിന്റെ അമ്മായിമേനിന്ന്. അപ്പൊ രക്ഷപ്പെടുത്താനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ലായിട്ടല്ല, നിങ്ങളെ ധീരതന്റെ അവാർഡ് കിട്ടും എന്നുള്ള പൂതി ഇല്ലായിട്ടല്ല. പിന്നെ ഒരു ബ്ലോക്ക് മുന്നിൽ വന്നുപോയി. ദാറ്റ് ഈസ് റിലേഷൻ ഓഫ് അമ്മായിമ്മ. എന്റെ അമ്മായിമ്മ എന്നുള്ളൊരു ബന്ധം ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു നിർബന്ധപൂർവം എന്ന് പറയുന്ന ഒരു രസകരമായ കഥ ഞാനിങ്ങനെ ഓർത്തു പോവാൻ. ഇത് കഥയല്ല, ആക്ച്വലി ചിലപ്പോൾ റിയാലിറ്റി ആയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്രയും വലിയ കുടുംബ സാഹചര്യത്തിൽ കൂടെ മുസ്ലിം സമുദായം പോണത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ഫയല് മുഴുവൻ നമ്മുടെ ഫാമിലി പ്രോബ്ലംസാ. ഇതിനൊരു സൊല്യൂഷൻ എവിടുന്നുണ്ടാകും കൂട്ടരെ? വേണ്ടേ പരിഹാരം? ഇതിന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ അഖണ്ഡതയുള്ള മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന മതം, ആ മതത്തിന്റെ സിദ്ധാന്തത്തിന്റെ വക്താക്കളിൽ നിന്നാണ് കാണാൻ കൊള്ളാത്ത, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അന്യ മതസ്ഥൻ പോലും നിരീക്ഷിക്കേണ്ടി വരുന്നത് എങ്കിൽ ഇത് ഇത്ര വലിയ ആപൽകരമായ സംഗതിയാണ്. അതുകൊണ്ട് ഇതിന് മാറ്റം വേണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ മാറ്റത്തിന്റെ പടക്കാഹളം മുഴക്കാനാണ് നമ്മൾ ആവേശത്തോടുകൂടെ കടന്നു വരേണ്ടത്. അല്ലാഹു നമുക്കതിനുള്ള ബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ടുപോകല്ല എന്റെ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ടെക്നോളജി ഇങ്ങനെ വളർന്നു വരും. ടെക്നോളജി വളരുമ്പോഴും നമ്മുടെ ധാർമ്മികത കീപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാക്കിൽ, വളാഞ്ചേരിക്കപ്പുറത്ത് മൂന്നാക്കിൽ ഒരു പള്ളിയുണ്ട്, ഈ അരി കൊടുക്കുന്ന പള്ളിയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഈ ഞായറാഴ്ച കൂടുമ്പോ അവിടുത്തെ മഹല്യാർക്ക് ഇഷ്ടം പോലെ അരിയാണ്. അപ്പൊ കുട്ടികളിങ്ങനെ കുട്ടികൾ പറഞ്ഞേക്കല, അരിക്കും വേണ്ടി സഞ്ചി കൊടുത്തേക്കല കുട്ടികളെ, ചെറിയ മക്കളെ. ഞായറാഴ്ച ആകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളും കാര്യമൊക്കെ ഓഫായിരിക്കും. അപ്പൊ ഒരു കുട്ടി, ചെറിയൊരു പൈതൽ 3ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിന്റെ കയ്യിൽ, അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പർ ഈ അരി വാങ്ങാൻ ക്യൂ നിൽക്കുന്ന കുട്ടീന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടു. ഇയാൾ ആകെ അത്ഭുതപ്പെട്ട്, പഠിച്ചോനെ കാലം പോയൊരു പോക്കെ. അപ്പൊ ഇയാളുടെ കുട്ടീന്റെ അടുത്ത് ചോദിച്ചു, മോളെ നിനക്കും മൊബൈൽ ഫോൺ ഇതെന്തായിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, അതിന്റെ അമ്മ തന്നതാണ്, എന്നോട് പറഞ്ഞു വച്ച ഉണ്ടാവുമ്പോ പച്ച നെക്കിയാ മതി എന്ന് പറഞ്ഞത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, കുട്ടി ചെറിയ പൈതല പറയുന്നത്. അപ്പൊ ഉമ്മ ഒരു മൊബൈൽ ഫോണിനെ ചുറ്റിപ്പറ്റിയിട്ട് കുട്ടിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു തിയറി എന്ന് പറഞ്ഞാൽ, ഒന്നും ചെയ്യേണ്ട, വച്ച ഉണ്ടാവുമ്പോ പച്ച നെക്കാൻ മതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊക്കെ ഇനി വളർന്നു വീഴുന്നത് തന്നെ കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെയും കീബോർഡിലേക്ക് ആയതുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. ഇന്റർനെറ്റ് കഫയിലേക്ക് എത്ര കുട്ടികളാ സന്ധ്യാസമയം പോകുന്നത്? ആരാ കൈകാര്യം ചെയ്യണത്? എന്താ കൈകാര്യം ചെയ്യണത്? ആര് കണ്ടു? ഇന്റർനെറ്റ് കഫേന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളെ മറക്കണം എന്നാണ് അതിന്റെ നിയമം. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കഫേന്റെ ക്യാബിനിലേക്ക് ഒരു കുട്ടി, ഒരു യുവാവ്, ഒരു കൗമാരക്കാരൻ, ഒരു കൗമാരക്കാരി കയറി കഴിഞ്ഞാൽ അവനൊരു റൂം സെപ്പറേറ്റ്, നല്ല പ്രൈവസി, നല്ല സീക്രസി. ഈ 2 സാധനങ്ങളുണ്ടാവും. ഒന്ന് പ്രൈവസിയാണ്, 2 സീക്രസിയാണ്. ഇവന്റെ കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായിരിക്കും, ഇവന്റെ കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും. ആ ക്യാബിൻ ഇങ്ങനെ മറച്ചിട്ടുണ്ടാകും മുകൾ ഭാഗം വരെ. ഇവന്റെ വിൻഡോസിന്റെ ഡിസ്പ്ലേയിൽ എന്ത് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പോലും വാച്ച് ചെയ്യാനുള്ള അധികാരം മറ്റേ ആൾക്കില്ല എന്നർത്ഥം. അതാണ് ഇന്റർനെറ്റ് കഫേ വിജയിക്കാനുള്ള കാരണം. കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ പകുതി ക്യാബിൽ പെൺകുട്ടികളും മറ്റേ പകുതി ക്യാബിൽ ആൺകുട്ടികളാണ്. ഇവരെന്ത് റിസർച്ച് ചെയ്യുന്നു, എന്ത് സെർച്ച് ചെയ്യുന്നു, ഇതിൽ ആര് പറയുന്നു, ആരറിയുന്നു, എന്ത് ഡൗൺലോഡ് ചെയ്യുന്നു? ഇത്രയും ടെക്നോളജി വികസിച്ച ലോകത്തിന്റെ മുമ്പിൽ ഒരു ധർമ്മത്തിന്റെ പുരാണം ഒരു കുട്ടിക്ക് കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്, വലിയ റിസ്ക്കാണ്. അതുകൊണ്ടല്ലേ പുണ്യ റസൂൽ പരിശുദ്ധ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്റെ
എന്റെ സമുദായം ഫസാദാകുന്ന കാലഘട്ടത്തിൽ നിങ്ങളിൽ ആരാണ് എന്റെ ചര്യ മുറുകെ പിടിക്കുന്നത്? അവന് 100 രക്തസാക്ഷിയുടെ പുണ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഉദ്ധരിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ആ കാര്യം പറഞ്ഞത്. 100 രക്തസാക്ഷിന്റെ പുണ്യം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക്കാണ്. ഇന്നത്തെ കാലത്ത് മതം അംഗീകരിക്കുക അല്ലെങ്കിൽ ചര്യ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊക്കെ റിസ്ക് എടുത്ത് നമ്മളെ കുട്ടികളെ ദീന് പഠിപ്പിച്ചാൽ ശരിക്കും അള്ളാന്റെ അടുത്ത് അതിന്റെ ഫായ്ദ കിട്ടും, ഉറപ്പാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു ഹിദായത്തിന്റെയും ഈമാനിന്റെയും ബോധം ഏറ്റുകൊടുക്കുമാറാവട്ടെ. എന്റെ വിഷയത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള നീരസമോ അരോചകാവസ്ഥയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പരാമർശം നടത്തിയിട്ടില്ല. ഞാൻ വിഭാഗ കേന്ദ്രീകൃതമായിട്ടുള്ള പരാമർശവും നടത്തിയിട്ടില്ല. ഞാൻ സാഹചര്യങ്ങളെ മാത്രമാണ് കുറ്റപ്പെടുത്തിയത്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുറ്റപ്പെടുത്തതിൽ ഒരു അമർഷതയും നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് നന്മ ചിന്തിക്കുവാനുള്ള തൗഫീക്കും നന്മയിലൂടെ നീങ്ങാനുള്ള അനുകൂല സാഹചര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഉസ്താദ് അവർകളും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി മാഷ് അവർകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അധ്യക്ഷനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ മഹല്ലത്തിന്റെ സക്രിയമായ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആവശ്യമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതിക മേഖലയിലൊക്കെ നമ്മുടെ കുട്ടികൾ നല്ല കഴിവ് തെളിയിച്ച കുട്ടികളുണ്ട്. അവർക്ക് ആത്മീയ ബോധത്തോടു കൂടെയുള്ള നല്ല ഭൗതിക വിദ്യാഭ്യാസം നമ്മളെ സപ്പോർട്ടോടു കൂടെ തന്നെ നമ്മൾ കൊടുക്കണം. അതിനൊക്കെ പ്രാപ്തരായിരിക്കുന്ന ഭരണാധികാരികളും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നതുകൂടി ഇതിന്റെ ഒരു അനുകൂല ഘടകമാണ്. നിനക്ക് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു മാതൃകാ സംവിധാനത്തിലേക്ക് നമ്മുടെ മഹലിനെ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.